ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ശുഭമധ്യാനം, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. വാർത്തകൾക്ക് അത്ര സുഖമുണ്ടോ എന്ന് ഉറപ്പില്ല. പാവം നമ്മുടെ തണ്ണീർക്കൊമ്പനൊരു കണ്ണീർക്കൊമ്പനായ വാർത്തയാണ് പ്രധാന വാർത്ത. പിന്നെ എൽ.കെ. അദ്വാനിക്ക് ഭാരതരത്ന പുരസ്കാരം, കെജ്രിവാളിനെ വിടാതെ പിടികൂടി ഇ.ഡി, വീണ്ടും സിൽവർ ലൈനായി നീക്കങ്ങൾ ശക്തമാക്കുന്നു സംസ്ഥാനം. അങ്ങനെ പറയാൻ കുറേ അധികം വാർത്തകളുള്ളൊരു ദിവസമാണ്. അപ്പോൾ നമ്മളങ്ങ് തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ. ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. അപ്പോൾ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ, പ്രിയപ്പെട്ട പ്രേക്ഷകരോട് രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ പറയുന്ന സമയമാണ്. ഹെഡ്ലൈൻസ്. മുതിർന്ന ബി.ജെ.പി. നേതാവ് എൽ.കെ. അദ്വാനിക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന എക്സിലൂടെ പ്രഖ്യാപനം നടത്തി പ്രധാനമന്ത്രി. രാജ്യവികസനത്തിന് അദ്വാനിയുടെ പങ്ക് നിസ്തുലമാണെന്ന് നരേന്ദ്രമോദി. RSSലൂടെ പൊതുരംഗത്തെത്തിയ എൽ.കെ. അദ്വാനി ഉപപ്രധാനമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. കണ്ണീർ നോവായി വയനാട് മാനന്തവാടിയിൽ നിന്നും പിടികൂടിയ തണ്ണീർക്കൊമ്പൻ കർണാടകയിലെ ബന്ദിപ്പൂരിൽ എത്തിച്ചതിന് തൊട്ടു പിന്നാലെ ചെരിഞ്ഞു. കൂട്ടിലേക്ക് മാറ്റുന്നതിനിടയിലായിരുന്നു അന്ത്യം. 5 അംഗ ഉന്നതതല സമിതിയെ അന്വേഷണത്തിന് നിയോഗിച്ച് വനം മന്ത്രി A.K. ശശീന്ദ്രൻ. ഏറെ ദുഃഖകരമായ സംഭവമെന്നും A.K. ശശീന്ദ്രൻ. ഈ വാർത്ത പുറം ലോകമറിഞ്ഞത് 24-ലൂടെ. ആം ആദ്മി പാർട്ടി MLA-മാരെ വിലക്കെടുക്കാൻ BJP ശ്രമിച്ചെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വിടാതെ ഡൽഹി പോലീസ്. ക്രൈംബ്രാഞ്ച് സംഘം ഔദ്യോഗിക വസതിയിൽ. കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി. അദാനിക്ക് നീതിയും മറ്റുള്ളവർക്ക് അനീതിയുമെന്ന ആരോപണം. BJP അംഗമായാൽ ആർക്കെതിരെയുള്ള കേസുകളും ഇല്ലാതാകുമെന്ന് MV ഗോവിന്ദൻ. വണ്ടിപ്പെരിയാർ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന 6 വയസ്സുകാരിയുടെ കുടുംബം. വീഴ്ച സംഭവിച്ചെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്നും കുട്ടിയുടെ പിതാവ്. മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസം. മികച്ച പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായും കുടുംബം. സിൽവർ ലൈൻ പദ്ധതി വിടാതെ സംസ്ഥാന സർക്കാർ. കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് വീണ്ടും കത്ത് നൽകും. റെയിൽവേ മന്ത്രാലയം കൃത്യമായ മറുപടി നൽകുന്നില്ലെന്ന് ഡൽഹിയിലെ സർക്കാർ പ്രതിനിധി KV തോമസ് 24-നോട്. റെയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് തുല്യ പങ്കാളിത്തമുള്ള കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷനെ സ്റ്റഡി ചെയ്ത് ഡീറ്റെയിൽ പ്ലാൻ കൊടുത്തിരിക്കും DPR. അത് പരിശോധിച്ചിട്ട് ഇത്ര നാളായി. അതിനെക്കുറിച്ച് എത്രയോ പ്രാവശ്യം ഞങ്ങളെല്ലാം പോയി കണ്ടിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയണ കേരള ഗവൺമെൻറ് നോക്കിക്കോ എന്ന് പറഞ്ഞാൽ ശരിയല്ല. കേരളത്തോട് കേന്ദ്രത്തിന് അന്ധമായ രാഷ്ട്രീയ വിരോധമെന്നും ആരോപണം. സാഹിത്യ അക്കാദമിക്കെതിരെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. സാഹിത്യോത്സവത്തിന് വിളിച്ചുവരുത്തി കുറഞ്ഞ പ്രതിഫലം നൽകി അപമാനിച്ചുവെന്ന ആരോപണം. അക്കാദമിയുടെ സാംസ്കാരിക പരിപാടികൾക്കായി ബുദ്ധിമുട്ടിക്കരുതെന്ന കുറിപ്പ്. ഖേദം പ്രകടിപ്പിച്ച അക്കാദമി അധ്യക്ഷൻ K. സച്ചിദാനന്ദൻ. ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റത്തിൽ മാത്യുക്കുഴൽനാടൻ MLA-ക്കെതിരെ CPIM. കയ്യേറ്റ ഭൂമി വിട്ടു നൽകിയില്ലെങ്കിൽ പിടിച്ചെടുക്കുമെന്ന് ജില്ലാ സെക്രട്ടറി. ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്ന് CV വർഗീസ്. CPIM നീക്കം കയ്യേറ്റത്തിന് കേസെടുത്തതിന് പിന്നാലെ. കോഴിക്കോട് എവേക്ക് യൂത്ത് ഫോർ നേഷൻ പരിപാടിക്കിടെ സദസ്സിനോട് ക്ഷോഭിച്ച് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി. മന്ത്രിയെ പ്രകോപിപ്പിച്ചത് ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം സദസ് ഏറ്റുവിളിക്കാത്തത്. നാഥുറാം ബിനായ് ഗോഡ്സെയെ പ്രകീർത്തിച്ച് കോഴിക്കോട് NIT പ്രൊഫസർ ഷൈജ ആണ്ടവൻ. ഗ്യാൻവാബിക്ക് പിന്നാലെ താജ്മഹാലിന് സമീപത്തെ ഉറൂസിനെതിരെയും ഹർജി. ചടങ്ങ് തടയണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് ഹിന്ദു മഹാസഭ. ഹർജി ഫയലിൽ സ്വീകരിച്ച് ആഗ്ര കോടതി മാർച്ച് 4-ന് വാദം കേൾക്കും. അപ്പോൾ വെൽക്കം ഡിയാസ്. നമ്മുടെ ഷിബിൻ ബഷീർ, അഞ്ജന, റിൻസി മാനുവൽ, ലിനീഷ് ബാബു, ഐഷു, ജസീർ, സിജോ ജോസഫ്, ഗ്രേസി സെബാസ്റ്റ്യൻ, വിപിൻ ബെന്നി, രഞ്ജിത്ത്, നൌഷാദ് കെ, ലെവിൻ പോൾ, ബ്ലസ്സി, ഷൈജു, അഞ്ജലി, ഷിനി, ആശ, ശ്രീഹരി, വർഷിപ്പ്, ബഷീർ അഹമ്മദ്, ബാലു, ചക്കുശ്ശേരി, എല്ലാവരും കൂടെ എന്താണ്, അലി മണ്ണാർക്കോട്, എല്ലാവരും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഒരുപാട് പേർ പിന്നെയും അയക്കുന്നു. എല്ലാവരുടെ പേര് വായിക്കൽ പ്രാക്ടിക്കൽ അല്ല. ആദ്യം എന്തായാലും നമ്മൾ ആദ്യ വാർത്തയിലേക്ക്. അപ്പോൾ നമ്മുടെ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കൂടി വെരി ഗുഡ് ആഫ്റ്റർനൂൺ. ആദ്യ വാർത്തയിലേക്ക്. മുതിർന്ന BJP നേതാവ് എൽ.കെ. അദ്വാനിക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എൽ.കെ. അദ്വാനിക്ക് ഭാരതരത്ന നൽകാനുള്ള തീരുമാനം എക്സിലൂടെ പ്രഖ്യാപിച്ചത്. രാജ്യവികസനത്തിന് അദ്വാനിയുടെ പങ്ക് നിസ്തുലമെന്ന് നരേന്ദ്രമോദി അഭിനന്ദന സന്ദേശത്തിൽ പറയുന്നു.
രാജ്യവികസനത്തിന് LK അദ്വാനി നൽകിയ മഹത്തരമായ സംഭാവനയെ ആദരിക്കുന്നു എന്ന് സൂചിപ്പിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. ഭാരതരത്ന നൽകാനുള്ള വിവരം പ്രധാനമന്ത്രി ഫോൺ മുഖേന LK അദ്വാനി അറിയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ പുരസ്കാരമായ പത്മവിഭൂഷൺ നൽകി നേരത്തെ രാജ്യം LK അദ്വാനിയെ ആദരിച്ചിട്ടുണ്ട്. പാർലമെന്ററി ഇടപെടലുകൾ മാതൃകാപരവും സമ്പന്നമായ ഉൾക്കാഴ്ചകളാൽ സമൃദ്ധവുമാക്കിയ നേതാവാണ് LK അദ്വാനി എന്ന് പ്രധാനമന്ത്രി അഭിനന്ദന സന്ദേശത്തിൽ വ്യക്തമാക്കി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങി സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ LK അദ്വാനിയെ പരമോന്നത സിവിലിയൻ പുരസ്കാര ലബ്ധിയിൽ അഭിനന്ദിച്ചു. അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയ സാഹചര്യത്തിലാണ് LK അദ്വാനിക്ക് ഇപ്പോൾ ഭാരതരത്ന നൽകാനുള്ള തീരുമാനം. കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അദ്വാനിയെ അവഗണിച്ചെന്ന വിമർശനം ചില സംഘപരിവാർ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് LK അദ്വാനിക്ക് ഭാരതരത്ന പ്രഖ്യാപിച്ചത്. മുതിർന്ന BJP നേതാക്കളെ ആദരിക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ പുതിയ നേതൃത്വം ഒരു പിശകും കാട്ടിയിട്ടില്ല. ഇത് പൊതുതെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വ്യക്തമാക്കുക കൂടിയാണ് ഭാരതരത്ന പ്രഖ്യാപനത്തിന്റെ ലക്ഷ്യം. ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24. പ്രകാശം പറയുകയാണ്, ആഷ്മി ഗുഡ് ആഫ്റ്റർനൂൺ. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നത് ശരിയല്ല കേട്ടോ. SKNനോട് സാലറി അല്പം കൂട്ടിത്തരാൻ പറയാനിരുന്നത് ഇങ്ങനെയായാലും എങ്ങനെ ശരിയാവും ചോദിക്കുകയാണ്. പ്രകാശം ഇന്നലെ നമ്മുടെ ജനകീയകോടതി ഷൂട്ടായിരുന്നു. നമ്മുടെ ഷോൺ ജോർജ് ഉണ്ടായിരുന്നു, പിന്നെ ശീതൽ ശ്യാം, 2 എപ്പിസോഡ് ഇന്നലെ ഷൂട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ വരായിരുന്നു. മുങ്ങിയൊന്നുമല്ല. SKNനോട് ഉറപ്പായും പറയണം സാലറി കൂട്ടിത്തരാൻ. തണ്ണീർ കൊമ്പന് കണ്ണീർ മടക്കം. മാനന്തവാടിയെ ഇന്നലെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു. 15 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ മയക്കുവെടി വെച്ച് കർണാടകയിലെത്തിച്ച ആന ബന്ദിപ്പൂരിലെ രാമപുര ക്യാമ്പിൽ വെച്ചാണ് ചരിഞ്ഞത്. മന്ത്രി AK ശശീന്ദ്രൻ ഉന്നതതല അന്വേഷണത്തിന് നിർദ്ദേശവും നൽകി. 24 ആണ് വാർത്ത ആദ്യം പുറം ലോകത്തെ അറിയിച്ചത്. മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ ഇന്നലെ രാത്രി 1 മണിയോടെയാണ് തണ്ണീർക്കൊമ്പനെ ബന്ദിപ്പൂരിലെ രാമപുര എലിഫന്റ് ക്യാമ്പിലെത്തിച്ചത്. ഇവിടുത്തെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ബന്ദിപ്പൂരിലെ വനമേഖലയിൽ തുറന്നുവിടാനായിരുന്നു തീരുമാനം. കൂട്ടിലേക്ക് മാറ്റുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. രാവിലെ കർണാടക സർക്കാർ ഔദ്യോഗികമായി വിവരം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. ആശ്വാസവാർത്തകൾക്കൊടുവിലാണ് ആന ചരിഞ്ഞ വാർത്തയെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂവെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കൂടുതൽ അന്വേഷണം നടത്താൻ ഉന്നതതല സമിതിക്കും മന്ത്രി നിർദ്ദേശം നൽകി. ഈ വിഷയം സമഗ്രമായി അന്വേഷിക്കുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ. വിശദാംശങ്ങളിലേക്ക് പോകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തുന്നത് സംയുക്തമായിട്ടാണ് നടത്തുക എന്ന് തീരുമാനിക്കും. കർണാടകയും കേരളയും സംയുക്തമായ മേൽനോട്ടത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക. അതിനു മുമ്പേ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് ശരിയല്ല. പക്ഷേ ഏതായിരുന്നാലും ആ സംഭവത്തെക്കുറിച്ച് ഒരു ഉന്നതതല സമിതിയെ വെച്ച് പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ള നിഗമനം. കോടതി നടപടി സാധ്യത, അന്തർ സംസ്ഥാന തർക്കം ഇവയുടെ സാധ്യത കണക്കാക്കി കൂടുതൽ കരുതലോടെയാണ് കേരളത്തിന്റെ നീക്കം. തണ്ണീർക്കൊമ്പൻ അവശനായിരുന്നുവെന്നും ചരിഞ്ഞെന്ന വാർത്ത ഞെട്ടിച്ചെന്നുമായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം. കർണാടകയിൽ അക്രമകാരിയായിരുന്നുവെങ്കിലും മാനന്തവാടിയിൽ മണിക്കൂറുകൾ തുടർന്ന തണ്ണീർക്കൊമ്പൻ ഒരു പ്രകോപനവും ഉണ്ടാക്കിയിരുന്നില്ല. 20 ദിവസത്തിനിടെ 2 തവണയാണ് ആന മയക്കുവെടി ദൗത്യത്തിന് വിധേയമായത്. ദീപക് ധർമ്മടം, 24, കോഴിക്കോട്. അരുൺ ചോദിക്കുകയാണ്, ആന ചത്തു, പിന്നെ എന്തിനാണ് ഇത് ന്യൂസ് ചെയ്യുന്നത് ചോദിക്കുകയാണ്. അതിന് താഴെ വസന്തകുമാർ മറുപടിയും പറയുന്നു. ആഷ്മി ഇന്നലെ ഈ നേരം തണ്ണീറായിരുന്നു താരം എന്ന് പറയുകയാണ്. അപ്പോൾ ഇന്നലെ ഈ സമയത്ത് വാർത്തയിൽ നിറഞ്ഞു നിന്ന ഒരു കാട്ടുകൊമ്പനാണ്. അപ്പോൾ അത് പെട്ടെന്ന് ചരിയുന്നത് അസ്വാഭാവികമാണ്. അത് വാർത്തയല്ലേ അല്ലേ? എന്തായാലും തണ്ണീർക്കൊമ്പൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി. 15 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ മയക്കുവെടി വെച്ച് കർണാടകയിലെത്തിച്ച ആന ബന്ദിപ്പൂരിലെ രാമപുര ക്യാമ്പിൽ വെച്ചാണ് ചരിഞ്ഞത്. 20 ദിവസത്തിനിടെ 2 തവണയാണ് ആന മയക്കുവെടി ദൗത്യത്തിന് വിധേയനായത്. തണ്ണീർക്കൊമ്പൻ അവശനായിരുന്നുവെന്നും ചരിഞ്ഞെന്ന വാർത്ത ഞെട്ടിച്ചെന്നുമായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം. അയ്യോ, അതൊരു ഭയങ്കര സങ്കടമായിപ്പോയി അറിഞ്ഞപ്പം മുതൽ. നമ്മളെ വാഴ പോയതോ മറ്റുള്ള ഇതല്ല. അത്രയും റിസ്ക് എടുത്ത് ഫോറസ്റ്റുകാരും ഉദ്യോഗസ്ഥരും പോലീസുകാരും നാട്ടുകാരും പത്രക്കാരും ഒക്കെ മെനക്കെട്ടത് അറിഞ്ഞപ്പം ഭയങ്കര സങ്കടമായിപ്പോയി. വളരെയേറെ സങ്കടമുള്ളൊരു വാർത്തയാണ്. നിങ്ങളിലൂടെയാണ് നിങ്ങൾക്കത് അറിയാൻ കഴിഞ്ഞത്. ഇത്രയും ജനങ്ങളും എല്ലാവരും ഉൾപ്പെട്ട് അതിന് കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. സങ്കടം, വളരെയേറെ സങ്കടപ്പെട്ടായിരുന്നു. കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. എങ്കിലും അവനോട് ഇപ്പോൾ ഈ ഒരു അവസ്ഥ അറിഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ അവനെപ്പറ്റി ദുഃഖിച്ച് തന്നെയെന്നല്ല ഇപ്പോൾ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ട്. വലിയ തരത്തിലുള്ള ഉപദ്രവങ്ങളൊന്നുമില്ല. കുറച്ച് വാട പോയി എന്നല്ലാതെ വേറെ ഒന്നും ഒരു പ്രത്യേകത അല്ല, പ്രത്യേകമായിട്ടൊന്നും പറയാൻ എനിക്ക് ഒന്നും പറയുന്നില്ല. ദുഃഖകരം. ഇന്നലെ തന്നെ അതിൻ്റെ ആരോഗ്യനില മോശമായിരുന്നു. പക്ഷേ ഈ വാർത്ത നമുക്കൊന്നും പറയാനില്ല. 10-15 മണിക്കൂർ ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. വളരെ വിഷമമുള്ളൊരു കാര്യമായിരുന്നു. ഇങ്ങനൊരു വാർത്ത ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല.
സുർജിത്ത് അയ്യപ്പത്ത് ബന്ദിപ്പൂരിലുണ്ട്, സജോ ദേവസ്യം മാനന്തവാടിയിൽ. സുർജിത്തിലേക്ക് ആദ്യം. സുർജിത്ത്, കോടതിയിലടക്കം ഇതിപ്പോൾ വലിയ പ്രശ്നമാകാൻ പോകുന്ന വിഷയമാണെന്നൊരു തർക്കമില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നിർണായകമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എപ്പോൾ പ്രതീക്ഷിക്കും? കാരണം എന്താണ് അതിൻ്റെ മരണകാരണമെന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിയുക അതിലാണല്ലോ സുർജിത്ത്. ഹാഷ്മി, വളരെ മൈന്യൂട്ടായിട്ടുള്ള വിധത്തിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള വെറ്റിനറി സംഘവും അതോടൊപ്പം തന്നെ കർണാടകയുടെ ഭാഗമായിട്ടുള്ള വനംവകുപ്പിന് കീഴിലുള്ള വെറ്റിനറി സംഘവും ഈ പോസ്റ്റ്മോർട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ട്. DFO ഷജ്ന കരീം ഉൾപ്പെടെയുള്ളവർ ഈ നടപടി വീക്ഷിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത്, അതായത് രാമപുരയിലെ എലിഫന്റ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 2 മണിയോട് കൂടിയാണ് രാമപുര എലിഫന്റ് ക്യാമ്പിലേക്ക് ഈ തണ്ണീർക്കൊമ്പനെ എത്തിക്കുന്നത്. തണ്ണീർക്കൊമ്പൻ എത്തിയ ഘട്ടത്തിൽ അതിനെ 2 കുങ്കിയാനകളെ ഉപയോഗിച്ച് താഴേക്ക് ഇറക്കി കൂട്ടിലേക്ക് കയറ്റാനായിരുന്നു ശ്രമം. ഇതിനിടയിലാണ് ഈ ആന കുഴഞ്ഞ് വീഴുകയായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇത് ചെരിഞ്ഞു എന്നുള്ള കാര്യം വ്യക്തത വരികയും ചെയ്തതാണ്. എന്തായാലും ഇതിന് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത വരേണ്ടതുണ്ട്. ഒന്ന്, ഈ ആനയെ 20 ദിവസത്തിനിടെ 2 തവണയാണ് മയക്കുവെടിക്ക് വിധേയനായിട്ടുള്ളത്. ഒന്ന് ഹാസൻ ബേലൂരിലാണ് മയക്കുവെടിക്ക് വിധേയനായിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ കേജിങ് നടത്തി പിന്നീട് അതിനെ കാട്ടിൽ കൊണ്ടുവന്ന് വിടുകയായിരുന്നു. ദീർഘദൂരം ഈ ആന സഞ്ചരിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ അതിൻ്റെ ടെറിട്ടറിയിൽ നിന്ന് മറ്റൊരു ടെറിട്ടറിയിലേക്ക് മാറിയതിൻ്റെ പ്രശ്നങ്ങൾ ഈ ആനയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സംശയമുണ്ട്. മാത്രമല്ല ആദ്യ തവണ ഇതിനെ ലിഫ്റ്റ് ചെയ്തും മറ്റുമാണ് ഈ ലോറിയിലേക്കെല്ലാം കയറ്റിയത്. അതേ തുടർന്നുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും കർണാടക വനംവകുപ്പ് റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് പോലും അത് കൃത്യമായ രീതിയിൽ നിരീക്ഷണം ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനം വിവിധ കോണുകൾ ഉയരുന്നുണ്ട്. മറ്റ് രീതിയിലുള്ള മരണത്തിലേക്ക് നയിക്കാനുള്ള കാരണം നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണോ എന്നുള്ള സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ആന തീർത്തും അവശനിലയിലായിരുന്നു ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ. ഒരു തരത്തിലുള്ള പ്രശ്നവും ഈ ആന സൃഷ്ടിച്ചിരുന്നില്ല. ഇത് വാഴത്തോപ്പിൽ നിലകൊള്ളുമ്പോഴും ഇത് കൂടുതൽ വാഴകൾ നശിപ്പിക്കാനോ അത് നടക്കുന്നതിനിടെ ഈ വാഴകൾ നശിപ്പിക്കുന്നു അപ്പുറത്തേക്ക് അത് കഴിക്കുന്ന ഒരു രീതിയൊന്നും കണ്ടില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങനെ തീറ്റയെടുക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു, വെള്ളം കുടിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാം തന്നെ വ്യക്തത വരണം. എന്താണ് ഈ മരണത്തിലേക്ക് നയിക്കാനുള്ള കാരണം? കാരണം ആനയുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 45 മുതൽ 50 വയസ്സ് വരെയാണ്. ഈ ആനയുടെ പ്രായം വെറും 20 വയസ്സാണ്. ഒരുപക്ഷെ തുടർച്ചയായി ഉണ്ടായിട്ടുള്ള ഈ മയക്കുവെടി ഇതിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനായി ഈ എല്ലാവരും കാത്തു നിൽക്കുന്നത് ഈ രാമപുരയിൽ നിന്ന് ആനയുടെ എലിഫന്റ് ബേസ് ക്യാമ്പാണ്. ആ ബേസ് ക്യാമ്പിന്റെ അകത്തു നിന്ന് ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഇടത്തു നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരണം. അതിന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഈ പ്രസ് റിലീസ് ഇറക്കും കർണാടക വനംവകുപ്പ് എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും ആ പ്രസ് റിലീസിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ്. സ്വാഭാവികമായും കേരളത്തിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗമാവുന്നുണ്ട്. അവരുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. എന്തായാലും അവർ പ്രതികരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഈ ഒരു സംഭവം വലിയ രീതിയിലുള്ളൊരു വിഷയമായി മാറുന്നു എന്നുള്ളത് ആശങ്കാജനകം തന്നെയാണ്. പക്ഷേ കേരളത്തിലെ വനംവകുപ്പിനെ സംബന്ധിച്ച്, വയനാട്ടിലെ വനംവകുപ്പിനെ സംബന്ധിച്ച് മറ്റൊരു പോംവഴിയിലായിരുന്നു. ഇത് ജനവാസ മേഖലയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വെടിയുതിർത്തത്. സ്വാഭാവികമായും വെടിയുതിർക്കാതെ മറ്റൊരു തരമില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് വെടിയുതിർക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ള കാര്യവും വ്യക്തമാണ്. ഹാഷ്മി, സുർജിത്ത് അയ്യപ്പത്താണ് ബന്ദിപ്പൂരിൽ നിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സജോ ദേവസ്വം ചെയ്തു. സജോ, നമ്മൾ ഈ ആകസ്മിക മരണം എന്ന് സാധാരണ മനുഷ്യരുടെ മരണത്തെക്കുറിച്ചാണ് പറയാറുള്ളതെങ്കിൽ കൂടിയും ഇത് നമ്മൾ ഈ സമയത്തൊക്കെ വലിയ വാർത്തകൾ നിറഞ്ഞു നിന്ന നാട്ടുകാർ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും പെട്ടെന്ന് അത് ചരിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നാട്ടുകാർക്ക് സങ്കടമുണ്ട് അല്ലേ സജോ? ഹാഷ്മി, തീർച്ചയായും. കാര്യം ഇക്കാര്യത്തിൽ ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു ആശങ്ക ഉള്ളതുകൊണ്ട് ജനവാസ മേഖലയിൽ വന്ന് സ്വാഭാവികമായി അതുകൊണ്ട് പിടിച്ചു മാറ്റണം എന്നൊരാവശ്യം സ്വാഭാവികമായി തന്നെ ഉണ്ടാകും. അതിനും അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായില്ല എന്നൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ശാന്തപ്രകൃതക്കാരനായ ഒരു ആനയായിരുന്നു തണ്ണീർക്കൊമ്പൻ. ആന ചെരിഞ്ഞു എന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായ ആളുകൾക്ക് വലിയ വിഷമവും വേദനയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ദൃശ്യങ്ങളിലെല്ലാം കണ്ട വാഴത്തോട്ടം, ആ വാഴത്തോട്ടത്തിൻ്റെ യഥാർത്ഥ ഉടമയായ ഇക്കയാണ് എന്നോടൊപ്പം ഉള്ളത്. ഇക്കയുടെ വാഴത്തോട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്ന കുറച്ച് വാഴ നശിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും വളരെയധികം വിഷമമുണ്ട്. കാരണം വെച്ചാൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇന്നലെ വരെ അത് രാത്രി 12 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ രാവിലെ 8 മണിക്കാണ് അത് ഇവിടെ വന്നതും. അതിനുശേഷം അതിൻ്റെ ആരോഗ്യസ്ഥിതി ഇച്ചിരി മോശമായിരുന്നു. അതുകൊണ്ടായിരിക്കണം അത് ആക്രമണ സ്വഭാവമൊന്നും കാണിച്ചിട്ടില്ല. അതുപോലെ ജനങ്ങൾക്ക് മറ്റു ഉപദ്രവങ്ങളോ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ ഭക്ഷണം, വെള്ളം അതിന് തീരെ കുറവായിരുന്നു, കിട്ടിയിട്ടില്ല. അതിനുള്ളൊരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ അത് വിശപ്പിന് വേണ്ടി വാഴകൾ പൊട്ടിച്ച് കഴിച്ചല്ലാതെ ഒരു ആക്രമണ സ്വഭാവത്തോട് കൂടി ചെയ്തതല്ല. കുറേ വാഴയൊക്കെ നശിച്ചില്ല, കരുതി വിഷമമുണ്ടോ? അല്ല, വിഷമമുണ്ട്. കാരണം വാഴ നശിച്ചത് ഉപരി അതിൻ്റെ ഒരു മരണ വാർത്ത അറിഞ്ഞ പിന്നെ വളരെ തീർച്ചയായും
വന്യമൃഗം ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. അതിപ്പം സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഇപ്പം ഒരു ആഴ്ച മുമ്പാണ് ഇതുവഴി കരടി ഓടിയതും പലരും ഭീതിയിലായതും ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആന വരാം, കടുവ വരാം. കൂടുകയാണ്. സത്യത്തിൽ നമുക്കിപ്പോൾ ഒരു ഭയപ്പാടൊന്നും ജനങ്ങൾക്കില്ല. കാരണം ഞങ്ങൾക്കിതൊരു ശീലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 4-5 വർഷത്തിനുള്ളിൽ ഇത് കൂടുകയല്ലാതെ കുറയാനുള്ള യാതൊരു സാഹചര്യം ഇല്ല എന്നാണ് എല്ലാവരുടെ മനസ്സിലും ജനങ്ങൾ പൊതുവെ വിലയിരുത്തുന്നത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഹാഷ്മി, ഈ തണ്ണീർക്കൊമ്പൻ വന്ന വഴിക്ക് ഏറ്റവും കൂടുതൽ നാശനഷ്ടം അത് അവിടെ നിലയുറപ്പിച്ചതുകൊണ്ട് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായ ആ വാഴത്തോട്ടത്തിലാണ്. അതിൻ്റെ ഉടമയാണ് അദ്ദേഹവും. പോയ വാഴ പോയതിനേക്കാൾ വേദനിപ്പിച്ചത് തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു എന്ന വാർത്തയാണ് എന്ന് അദ്ദേഹവും പറയുകയാണ്. ഇവിടെ ഞാൻ ഈ ദൗത്യമൊക്കെ ഇന്നലെ നടന്ന സ്ഥലമാണ്. ഈ പറയുന്ന വാഴത്തോട്ടത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ. ഇത് മാനന്തവാടി നഗരത്തിൽ തന്നെയാണ്, നഗരത്തോട് ചേർന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ കാണുന്ന വാഴത്തോട്ടം. അതിന് തൊട്ട് ചേർന്നുള്ള ഒരു ചെറിയൊരു കൊല്ലി അല്ലെങ്കിൽ ഒരു ചതുപ്പ് പ്രദേശത്തും ഒക്കെ ആയ ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ ദൗത്യമൊക്കെ നടന്നത്. യഥാർത്ഥത്തിൽ കുറേയധികം സമയം, ഏതാണ്ട് ഒരു 15 മണിക്കൂർ സമയത്തിലധികം, 15-16 മണിക്കൂറോളം ഈ യാത്രയും ഇവിടെ നിന്ന സമയവും ഒക്കെ ഉണ്ട്. പിന്നീട് നിർജ്ജലീകരണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നിരിക്കാം. മറ്റൊന്ന്, ഈ ആളുകൾ ഈ ജനവാസ മേഖലയിലേക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ സമ്മർദ്ദം. മറ്റൊന്ന്, 20 ദിവസത്തിനിടെ 2 തവണയാണ് ഈ മയക്കുപൊടി മാത്രം ലഭിച്ചത്. ഈ കാര്യങ്ങളും ഉണ്ട്. ഒപ്പം മയക്കുപൊടിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളുടെ കാര്യങ്ങൾ അതും ഒരുപക്ഷെ കൂടുതൽ ആഘാതം ഉണ്ടാക്കിയിരിക്കാം. അതായത് മുൻപും സമാനമായൊരു സംഭവം, അത് ആനയല്ല പക്ഷേ പെരിങ്ങത്തൂരിൽ പുലിയെ സമാനമായി മയക്കുപൊടി വെച്ച് പിടികൂടാൻ ശ്രമിച്ചിരുന്നു. അന്ന് ആ പുലിയും അധികം വൈകാതെ ചത്തുപോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായ ഒരു സമ്മർദ്ദം, അതും ഇതേ നിലയ്ക്ക് തന്നെ ഒരു നിഗമനത്തിലേക്കാണ് പിന്നീട് എത്തിയത്. സമ്മർദ്ദം കൂടുതലായിരുന്നു, കൂടുതൽ പരിക്ക് പറ്റി, ഒപ്പം ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു എന്ന നിലയ്ക്കാണ്. അത് തീർച്ചയായും ഗൗരവത്തോടു കൂടി തന്നെ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. വൈൽഡ് ലൈഫും അതേ നിലയ്ക്ക് ആളുകളുടെ ആശങ്കയും പ്രശ്നവും മനുഷ്യ വന്യജീവി സംഘർഷവും ഒക്കെ ഒരു വശത്ത് ഗൗരവത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ വൈൽഡ് ലൈഫും അതേപടി ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. ആ നിലയ്ക്കുള്ള ഗൗരവമുള്ള പരിശോധനകൾ നടക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. വീണ്ടും അത്തരം സംഭവങ്ങൾ നടത്തുമ്പോൾ അക്കാര്യത്തിൽ ആ ജാഗ്രതയും കരുതലും ഒക്കെ ഉണ്ടാകാൻ കഴിയും എന്നൊരു പ്രതീക്ഷ കൂടിയാണ് അത്തരം അത്തരം ചർച്ചകൾ ഉണ്ടാകുന്നത്. ഇനിയുള്ള ഘട്ടത്തിൽ എത്രത്തോളം കരുതലോടുകൂടി നടപ്പാക്കാൻ കഴിയും എന്നത് ഉറപ്പാക്കാൻ വേണ്ടി കൂടിയാണല്ലോ. അങ്ങനെ പ്രതീക്ഷിക്കാം. ഹാഷ്മി, സജോ ദേവസിയാണ് മാനന്തവാടിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആശ പറയുകയാണ്, എൻ്റെ നാട്ടിലാണ് ഹാഷ്മി, ഇന്നലെ കൊണ്ടുപോകുന്നവരെ ന്യൂസ് കണ്ടു. രാവിലെ ഇത് കേട്ട് ഞാൻ കരഞ്ഞു. പാവം മിണ്ടാപ്രാണിയല്ലേ, ഇത് പറയാൻ അറിയില്ലല്ലോ എന്ന് സിംഗപ്പൂരിൽ നിന്ന് ആശ പറയുകയാണ്. ഇർഷാദ് പുൽവട്ട അതിന് മുമ്പ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അവനവൻ്റെ വീട്ടുപടിക്കൽ കാട്ടാനകൾ എത്തും വരെ അവർക്ക് ആന ഹീറോയാണ്. എല്ലാ കാലത്തും കാട്ടുമൃഗങ്ങൾ ആക്രമണം നേരിടുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയൂ. ആന ചരിഞ്ഞത് സങ്കടകരം എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വനവുമായി ചേർന്ന് നിൽക്കുന്ന മേഖലകളിൽ ആധിയോടുകൂടി ജീവിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അവരെ കൂടി നമ്മൾ കണക്കിലെടുത്തേ മതിയാവും, അവരെ കൂടി ചേർത്ത് പിടിച്ചേ മതിയാവും. അതിരപ്പള്ളി പ്ലാന്റേഷനിൽ കാട്ടാന ചരിഞ്ഞ നിലയിൽ വെറ്റിലപ്പാറ 10-ാം ബ്ലോക്കിലാണ് 2 ദിവസം പഴക്കമുള്ള പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. അതിരപ്പള്ളി വെറ്റിലപ്പാറ പ്ലാന്റേഷൻ മേഖലയിൽ 9-ാം ബ്ലോക്കിലാണ് ഇന്ന് രാവിലെ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. കക്കയം ഭാഗത്ത് രാവിലെ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികളാണ് വിവരം വനം വകുപ്പിനെ അറിയിച്ചത്. 2 ദിവസം പഴക്കമുള്ള ജഡമാണെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ. പ്രദേശത്ത് കുറച്ചു ദിവസങ്ങളായി നിലയുറപ്പിച്ചിട്ടുള്ള ആനക്കൂട്ടത്തിൽപ്പെട്ട ആനയാണ് ചെരിഞ്ഞതെന്നാണ് നിഗമനം. പ്രായാധിക്യം മൂലമാകാം ചെരിഞ്ഞതെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. 24 തൃശൂർ. അരുൺ സക്കരെ തന്നെ വിളിക്കണമായിരുന്നു എന്ന് പറയുന്നു. പാമ്പും പഴയത് എന്നാണല്ലോ ചൊല്ല് എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ മാത്രം എന്താണ് ഇതിൻ്റെ കാരണം, ഈ മയക്കുമരുന്ന് ഡോസ് അധികമായോ അല്ലെങ്കിൽ നിർജ്ജലീകരണമാണോ, എന്താണ് യഥാർത്ഥ കാരണം എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും കാട്ടാനാക്രമണം. ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റു. കുണ്ടായി സ്വദേശി ഭാസ്കരാണ് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. മറ്റു ടാപ്പിംഗ് തൊഴിലാളികളാണ് ആനയെ വിരട്ടി ഓടിച്ചത്. പരിക്കേറ്റ തൊഴിലാളിയെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഭാഗ്യത്തിന് ഗുരുതരമല്ല. പവിത്രൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്. നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടും തണ്ണീർക്കൊമ്പൻ ഉണ്ടാക്കിയിട്ടില്ല, തിരിച്ച് ആനയ്ക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്ന് പവിത്രൻ പറയുന്നുണ്ട്. രാജീവൻ പറയുന്നു, വാഴ നട്ടവനെ അതിൻ്റെ കാര്യവും വിഷമം അറിയൂ, സഹജീവി സ്നേഹിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല, അതും ഗവൺമെൻറ് പെൻഷൻ പറ്റുന്ന ആളാണെങ്കിൽ പിന്നെ പറയേണ്ട എന്നും പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ പോലും ഭിന്നാഭിപ്രായങ്ങളുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 1:20:48 ഇതാ ഒരു പ്രേക്ഷകൻ പറയുകയാണ്, നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് വനസമ്പത്ത് കൂടിയ വന്യമൃഗങ്ങൾ. ഇവിടെ സൗദിയിൽ ഫീസ് അടച്ച് ക്യൂ നിൽക്കണം മൃഗങ്ങളെ കാണണമെങ്കിൽ എന്ന് പറയുകയാണ്. 100% ശരിയുമാണ്. എന്ന് പറയുന്നത് പോലെ തന്നെ കാട്ടിലെ നേരത്തെ സജോ പറയുന്നത് പോലെ വൈൽഡ് എന്നുള്ളത് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മനുഷ്യരുടെ കാര്യം കൂടെ പറയുമ്പോൾ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് വണ്ടിപ്പെരിയാറിലെ കുട്ടിയുടെ കുടുംബം.
വണ്ടിപ്പെരിയാർ കൊലപാതകം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ്. വീഴ്ച സംഭവിച്ചുവെങ്കിൽ അന്വേഷിക്കണം, നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും പിതാവ് പ്രതികരിച്ചു. കേസ് അന്വേഷണത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടി TD സുനിൽകുമാറിനെ കഴിഞ്ഞ ദിവസമാണ് സസ്പെൻഡ് ചെയ്തത്. ഇവിടെ എന്ത് നീതിയാണ് നടപ്പാക്കിയത്? ഫ്രം ദ ഡേ വൺ ഈ സംഭവം നടന്ന അന്നു മുതൽ ഈ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ പരമ്പരയാണ്. തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ഇത് ചെയ്യരുത് സർ. വണ്ടിപ്പെരിയാർ കേസ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചതിന് പിന്നാലെ കേസ് അന്വേഷിച്ച TD സുനിൽകുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നതായും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അത്തരമൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്ന് കുടുംബം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. തങ്ങൾ നിർദ്ദേശിക്കുന്ന പ്രോസിക്യൂട്ടറെ നിയോഗിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതായും പെൺകുട്ടിയുടെ പിതാവ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയെ നമുക്ക് വിശ്വാസമാണ്. അപ്പോൾ ഈ കേസ് എന്തായാലും നമുക്കൊരു നല്ലൊരു വിധി ഉണ്ടാക്കാനായിട്ട് ഹൈക്കോടതിയിൽ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ വരെ നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ഇതിനകത്ത് വീഴ്ചകളെക്കുറിച്ച് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത്. TD സുനിൽകുമാറിനെതിരെ വകുപ്പുതല അന്വേഷണം ആരംഭിച്ചു. 2 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം. എറണാകുളം റൂറൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ടിനാണ് ചുമതല. സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ കുറ്റവിമുക്തനാക്കിയ അർജുന് നോട്ടീസ് നൽകിയിരുന്നു. കേസ് അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. 24 ഇടുക്കി. ഷിൻസ് ജോസഫ് പറയുന്നു, വേനൽ കടക്കുന്നതോടെ ഇനിയും വന്യമൃഗങ്ങൾ കാടിറങ്ങും. കാരണം കാട്ടിൽ വെള്ളവും തീറ്റയില്ല. നട്ടുപിടിപ്പിച്ചത് കുറേ തേക്കുമരങ്ങളുണ്ട്, അല്ലെങ്കിൽ നട്ടുപിടിപ്പിച്ച കുറേ തേക്കുമരങ്ങൾ മാത്രമാണ് എന്ന് പറയുകയാണ് ഷിൻസ്. എന്താണ് ആന കാട്ടിൽ നിന്ന് കൂട്ടമായി പുറത്തേക്ക് ഇറങ്ങുന്നത്? അതിൽ വെള്ളം, ജലത്തിന് ദൗർലഭ്യമാണോ ഭക്ഷണമാണോ എന്നതിനെക്കുറിച്ചൊക്കെ സീരിയസ് ആയി അക്കാദമികമായ ഒരു പഠനം അനിവാര്യമാണെന്ന് നമ്മൾ കാലാകാലങ്ങളായി പറയുന്നതാണ്. ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്തായാലും നമ്മുടെ ഈ സിൽവർ ലൈൻ ഇടയ്ക്ക് താഴും, ഇടയ്ക്ക് പൊങ്ങും, ഇടയ്ക്ക് താഴും, അതാണ് അതിൻ്റെ ട്രെൻഡ്. സിൽവർ ലൈൻ വിടാതെ സംസ്ഥാന സർക്കാർ. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ. കേരളത്തിന് താല്പര്യമില്ലെന്ന റെയിൽവേ മന്ത്രിയുടെ പരാമർശം ഞെട്ടിക്കുന്നതെന്ന് സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് പറഞ്ഞു. കേരളയിലായുള്ള കേന്ദ്ര ഇടപെടലിന് വീണ്ടും കത്ത് നൽകുമെന്നും KV തോമസ് 24 പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിക്ക് നിലവിൽ കേരളത്തിന് താല്പര്യമുള്ളതായി കാണുന്നില്ലെന്ന റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രതികരണമാണ് സംസ്ഥാനത്ത് വീണ്ടും കേരയിൽ ചർച്ചകളെ സജീവമാക്കിയത്. കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന തെറ്റാണെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസ് പ്രതികരിച്ചു. റെയിൽവേ മിനിസ്റ്റർ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മളൊരു DPR കൊടുത്തിട്ടുണ്ട് കേരയിൽ കോർപ്പറേഷൻ. കേരയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തുല്യ പങ്കാളിത്തമുള്ള കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷനെ സ്റ്റഡി ചെയ്ത് ഡീറ്റെയിൽ പ്ലാൻ കൊടുത്തിരിക്കുന്ന DPR അത് പരിശോധിച്ചിട്ട് എത്ര നാളായി. അതിനെക്കുറിച്ച് എത്രയോ പ്രാവശ്യം ഞങ്ങളെല്ലാം പോയി കണ്ടിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കേരള ഗവൺമെൻറ് നോക്കിക്കോ എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അതൊക്കെ അന്ധമായ രാഷ്ട്രീയ വിരോധമാണ്. പദ്ധതികൾക്കായി സമർപ്പിച്ച DPRൽ കേന്ദ്രം ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. നിരവധി തവണ പദ്ധതിക്കായി കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര മറുപടിക്കായി വീണ്ടും കത്ത് നൽകാനുള്ള തയ്യാറെടുപ്പിലാണെന്നും KV തോമസ് അറിയിച്ചു. കേരളത്തിനോട് അന്ധമായ രാഷ്ട്രീയ വിരോധമുള്ളതുകൊണ്ടാണ് കേന്ദ്രം ഇത്തരത്തിൽ പെരുമാറുന്നതെന്നും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. 24 ഡൽഹി. അനശ്വര പറയുന്നു, ഹാഷ്മി താങ്കളെ ഇന്നലെ വാഴക്കുളത്ത് വെച്ചുകൊണ്ടായിരുന്നു. ഞാനും വൈഫും വളരെ സന്തോഷം, താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞു. വാഴക്കുളത്ത് ഒരു സ്കൂളിൻ്റെ ആനുവൽ TJM സ്കൂൾ ആനുവലിലേക്കാണ് പോയത്. നല്ല പരിപാടിയാണ്, നല്ല രസമുള്ള പരിപാടിയായിരുന്നു. താങ്ക് യു അനശ്വര. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അതൃപ്തി. കേരള സാഹിത്യ അക്കാദമിയുടെ സാഹിത്യോത്സവത്തിൽ വിളിച്ചു വരുത്തി തുച്ഛമായ തുക നൽകി അപമാനിച്ചുവെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കുമാരനാശാനെ കുറിച്ച് 2.5 മണിക്കൂർ സംസാരിച്ചിട്ട് 2400 രൂപ മാത്രമാണ് പ്രതിഫലമായി നൽകിയത്. അക്കാദമിയുടെ സാഹിത്യ ആവശ്യങ്ങൾക്കായി വിളിച്ചു വരുത്തി അപമാനിക്കരുത് എന്നും ചുള്ളിക്കാട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. അതേസമയം വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ച് സാഹിത്യ അക്കാദമിയും രംഗത്തെത്തി. ജനുവരി 30-നാണ് സാർവദേശീയ സാഹിത്യോത്സവത്തിൽ കുമാരനാശാന്റെ കരുണാകാവ്യത്തെക്കുറിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട് സംസാരിച്ചത്. 2 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്നതായിരുന്നു വിഷയാവതരണം. എന്നാൽ പ്രതിഫലമായി 2400 രൂപ നൽകി അപമാനിച്ചുവെന്നാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വിമർശനം. എറണാകുളത്ത് നിന്ന് തൃശൂർ വരെ വാസ് ട്രാവൽസിന്റെ ടാക്സിക്ക് വെയിറ്റിംഗ് ചാർജും ഡ്രൈവറുടെ ബാറ്റയുമടക്കം 3500 രൂപ ചിലവായി.
3500 രൂപയിൽ 2400 രൂപ കഴിച്ച് ബാക്കി 1100 രൂപ താൻ നൽകിയത് സീരിയലിൽ അഭിനയിച്ചു നേടിയ പണത്തിൽ നിന്നാണെന്നും ചുള്ളിക്കാട് പറഞ്ഞു. സാഹിത്യ അക്കാദമിയിൽ അംഗമാകാനോ മന്ത്രിമാരിൽ നിന്ന് കുനിഞ്ഞുനിന്ന് അവാർഡ് വാങ്ങാനും വിശിഷ്ടാംഗത്വം സ്വീകരിക്കാനും ഇന്നോളം താൻ വന്നിട്ടില്ല. സാംസ്കാരിക ആവശ്യങ്ങൾക്കായി മേലിൽ തന്നെ ബുദ്ധിമുട്ടിക്കരുത്, തന്റെ ആയുസ്സിൽ അവശേഷിക്കുന്ന സമയം പിടിച്ചുപറിക്കരുതെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നു. എന്നാൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനുണ്ടായ വിഷമത്തിൽ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ ഖേദം പ്രകടിപ്പിച്ചു. പക്ഷേ ബാലേന്ദ്രന്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ കൂടുതൽ സംസാരിച്ചു, വളരെ കൂടുതൽ അതിനുവേണ്ടി എഫർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന എന്നുള്ള നിലയ്ക്കാണ്, അല്ലെങ്കിൽ ആ നിയമപ്രകാരം ഈ ചെയ്തതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ബാലേന്ദ്രന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രതിഫലം നൽകാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പോസ്റ്റിനെ തുടർന്ന് അക്കാദമിക്കെതിരെ വ്യാപക പ്രതിഷേധവുമായി സാഹിത്യകാരന്മാർ രംഗത്തെത്തി. 24 തൃശൂർ. 18 കവിതകളടക്കം മലയാളം കണ്ട ഏറ്റവും മികച്ച സാഹിത്യകാരന്മാരിൽ കലാകാരന്മാരിൽ കവികളിൽ ഒരാളാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട്. അപ്പോൾ സ്വാഭാവികം 2400 എന്ന് പറഞ്ഞ തീരെ ചെറിയ തുക എന്ന് ഒന്നുമല്ല. പക്ഷേ അതാണോ ബാലേന്ദ്രൻ ചുള്ളിക്കാടും അദ്ദേഹത്തിൻ്റെ സബരയും അദ്ദേഹത്തിൻ്റെ അധ്വാനവും എന്ന് പറഞ്ഞാൽ ചുള്ളിക്കാട് തന്നെ പറഞ്ഞ 10-20 വർഷത്തെ പഠനത്തിൻ്റെ ഫലമാണ് ആ 2.5 മണിക്കൂറിൽ നേടിയ അറിവാണ് 2.5 മണിക്കൂറിൽ താൻ അവതരിപ്പിച്ചെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിൻ്റെ അത് വിലമതിക്കാനാവാത്തതാണ്. ഇനി സാഹിത്യ അക്കാദമി പറയുന്ന പണം വാങ്ങാൻ തയ്യാറാകുമോ ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഇപ്പോൾ പറയുന്നു ഭൂമിയുടെ സന്തുലിതാവസ്ഥ എന്നൊരു കാര്യമില്ലല്ലോ ഇപ്പോൾ. വന്യജീവികൾ കാടിറങ്ങുന്നത് സ്വാഭാവിക കാഴ്ചയാകും എന്നും പറയുകയാണ്. അലി മണ്ണാർക്കാട് പറയുന്നു പാവം ആന ചരിഞ്ഞ കഷ്ടം തന്നെ, എന്നാൽ എത്രയോ പേരെ ആന കൊന്നിട്ടുണ്ട്, അപ്പോൾ ജനങ്ങൾക്ക് ഇത്ര ദുഃഖം കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. ഇപ്പോൾ ആന മനുഷ്യരെ ചവിട്ടിക്കൊല്ലുന്നത് ഒരു ഞെട്ടലുണ്ടാക്കാത്തവണ്ണം വളരെ സ്വാഭാവികമായി മാറുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ കൂടെ ഒരു മരവിപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതിൻ്റെ കൂടെയൊക്കെ ആവും അത്. ഷാജി പറയുന്നു ആഷ്മി ഞങ്ങളുടെ ആനയടി പൂരമാണ് ഈ മാസം 9-ന് 60-ൽ പരം ഗജവീരന്മാർ പങ്കെടുക്കുന്ന പൂരമാണ്. ആഷ്മി വരണം. കൊല്ലം ജില്ലയിലെ ശൂരനാടാണ് ആനയടി എന്ന പ്രദേശം. എല്ലാ പ്രേക്ഷകരും അത് നോക്കുക എന്ന് ഷാജി പൊയ്കയിൽ പറയുകയാണ്. ചുള്ളിക്കാട് ഒന്നും കൊടുക്കാതിരിക്കലായിരുന്നു ഇതിലും ഭേദം എന്ന് പവിത്രൻ പാതിരാപ്പറ്റ. ശരിയാണ് കേട്ടോ. അത് ചുള്ളിക്കാടിന് ആ തുക കൊടുക്കുന്നതിന് വരെ ഒന്നും കൊടുക്കാതെ വിട്ടിരുന്നെങ്കിലും ഇത്ര വലിയ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. മാത്യു കുഴൽനാടന് CPIM-ന്റെ മുന്നറിയിപ്പ്. കയ്യേറ്റ വിഷയത്തിൽ മാത്യു കുഴൽനാടൻ MLA-ക്ക് മുന്നറിയിപ്പുമായി CPIM ഇടുക്കി ജില്ലാ നേതൃത്വം. ചിന്നക്കനാലിലെ കയ്യേറ്റ ഭൂമി തിരികെ നൽകിയില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി തിരിച്ചുപിടിക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ചിന്നക്കനാലിൽ 50 സെന്റ് ഭൂമി മാത്യു കുഴൽനാടൻ കയ്യേറിയെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. ഇതിനിടയിലാണ് CPIM-ന്റെ മുന്നറിയിപ്പ്. മാന്യതയുള്ള നേതാവാണെങ്കിൽ കയ്യേറിയ ഭൂമി ഭൂരഹിതർക്ക് വിട്ടു നൽകണമെന്ന ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. ആ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഭൂരഹിതരായ ആളുകൾക്ക് കൊടുക്കണം. ഞങ്ങൾ ആലോചിച്ച് ബഹുജനങ്ങളെ അണിനിരത്തി മാർച്ച് നടത്തും. സർക്കാരിലേക്ക് പിടിച്ചെടുത്തിരിക്കുന്ന ഭൂമി തിരിച്ച് വിടുന്നില്ല എങ്കിൽ ആ ഭൂമി ജനങ്ങളെ ആ ഭൂമിയിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഭൂമി പിടിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് ആരോഗ്യം സർക്കാരിനെ കാണിച്ചു കൊടുക്കും. സർക്കാർ അധിക ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടന് നോട്ടീസ് നൽകിയിരുന്നു. ഈ മാസം 8-ന് ഹാജരാകാനാണ് നിർദ്ദേശം. വിഷയത്തിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. 24 ഇടുക്കി. കോഴിക്കോട് എവേക് യൂത്ത് ഫോർ നേഷൻ പരിപാടിക്കിടെ സദസ്സിനോട് ക്ഷോഭിച്ചു മന്ത്രി മീനാക്ഷി ലേഖി. ഭാരത് മാതാ കീ ജയ് എന്ന മുദ്രാവാക്യം ഏറ്റുവിളിക്കാത്തതാണ് മന്ത്രിയെ പ്രകോപിതയാക്കിയത്. സദസ്സിലിരുന്ന ആളിനോട് ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ എന്നും അല്ലെങ്കിൽ സദസ്സ് വിട്ടു പോകാമെന്നും മന്ത്രി പറഞ്ഞു. ജൂബിലി ഹാളിലായിരുന്നു പരിപാടി. ഭാരത് മാതാ കീ. This side is again weak. What's the problem, boss? Any problem? Last attempt. Bharat Mata Ki. The lady in yellow can stand up. Yeah. Don't look on the side because this is how I'm going to speak to you. I'm going to ask you a straight question. Bharat is not your mother? Or is this? Why this attitude? Bharat Mata Ki. This woman is still standing like this. I think you can leave the house. അയോധ്യ വിഷയത്തിൽ കോഴിക്കോട് NIT-യിലുണ്ടായ സംഘർഷത്തിൽ പോലീസ് നടപടി. അഭിജിത്ത് മുഴക്കുന്നി വാർത്തയുടെ വിവരങ്ങൾ. അഭിജിത്ത്, എന്താണ് ആരാണ് ഭാരത് മാതാ കീ ജയ് എന്നുള്ള മുദ്രാവാക്യം? പലപ്പോഴും അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യം കൂടിയാണ് BJP പലപ്പോഴും. ആരാണ് അത് ഏറ്റുവിളിക്കാതിരുന്നത്? അത്രയധികം മന്ത്രി പ്രകോപിതയാവുന്നത് എന്തുകൊണ്ടാണ് അഭിജിത്ത്?
ഹഷ്മി, കോഴിക്കോട് ജൂബിലി ഹാളിലാണ് സംഘപരിവാർ സംഘടനകളുടേതുൾപ്പെടെ നേതൃത്വത്തിൽ ഒരു കോൺക്ലേവ് നടന്നു വരുന്നത്. കഴിഞ്ഞ ഈ ജനുവരി 12 മുതലായിരുന്നു ഈ കോൺക്ലേവ്. അത് ഇന്ന് അതിൻ്റെ അവസാന ദിവസമാണ്. മീനാക്ഷി ലേഖി, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖിയാണ് ഉദ്ഘാടനം ചെയ്ത് ഇന്ന് സംസാരിച്ചത്. ഇതിൽ അദ്ദേഹം അവരുടെ പ്രസംഗം അവസാനിപ്പിച്ചതിനു ശേഷം ഭാരത് മാതാ കീ ജയ് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. തുടർന്ന് അത് സദസ്സിലുള്ളവരോട് ഏറ്റുവിളിക്കാൻ ആവശ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ ഈ സദസ്സിലുള്ളവർ അത് ഏറ്റുവിളിക്കാൻ തയ്യാറായിരുന്നില്ല. കുറച്ചുപേർ മാത്രം ഈ മുദ്രാവാക്യം ഏറ്റുവിളിച്ചു. ഇത് കേന്ദ്രമന്ത്രിയെ അല്പം പ്രകോപിതയാക്കി. പിന്നീട് വീണ്ടും കേന്ദ്രമന്ത്രി തൻ്റെ ഒപ്പം ഈ മുദ്രാവാക്യം വിളിക്കണമെന്ന് സദസ്സിനോട് ആവശ്യപ്പെട്ടതിനു ശേഷം ഭാരത് മാതാ കീ ജയ് വിളിക്കുന്നു. പിന്നെയും ഒരു തണുത്ത രീതിയിലുള്ള ഒരു പ്രതികരണം സദസ്സിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നു. അപ്പോഴാണ് കേന്ദ്രമന്ത്രി ഈ സദസ്സിലിരുന്ന ചിലരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ ഒരു മടി എന്ന് ചോദിക്കുന്നത്. പിന്നീട് ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ, എന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് ഈ മുദ്രാവാക്യം വിളിക്കാൻ ഒരു മടി ഉണ്ടാകുന്നത്, അത് ഒരു ശരിയായ കാര്യമല്ല എന്ന തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചത്. പിന്നീട് വീണ്ടും കേന്ദ്രമന്ത്രി ഈ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അപ്പോഴും ശരിയായ രീതിയിൽ മന്ത്രി പറയുന്നതനുസരിച്ചാണെങ്കിൽ തൻ്റെ മുന്നിലിരിക്കുന്ന ചിലർ കൈകെട്ടിയിരിക്കുകയാണ്. അവർ നിസ്സംഗമായി ഈ മുദ്രാവാക്യം കേൾക്കുകയാണ്. ഈ രാജ്യത്തോട് അല്ലെങ്കിൽ രാജ്യത്തെക്കുറിച്ച് അഭിമാനമില്ലാത്തവരാണ് ഇത്തരത്തിൽ ഈ മുദ്രാവാക്യം ഏറ്റുവിളിക്കാത്തത് എന്നൊരു വിമർശനവും മന്ത്രി ആ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ സ്ത്രീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് തനിക്കറിയില്ല, ഇങ്ങനെ ഈ ഭാരതത്തെക്കുറിച്ച് അഭിമാനമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടം വിട്ടു പോകാം എന്നും മന്ത്രി ആ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. ഏതായാലും അവിടെ ആ ഒരു ചടങ്ങിൽ കൂടുതൽ പേരെ കൊണ്ടുകൂടി ഈ ഒരു മുദ്രാവാക്യം വിളിപ്പിച്ചതിന് ശേഷമാണ് മന്ത്രി ആ ഒരു വേദി വിട്ടിറങ്ങിയത്. ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ ഒരു വിവിധ കോണുകളിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ പങ്കെടുത്ത ഒരു കോൺക്ലേവാണത്, ഒരു പരിപാടിയാണത്. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത, യുവാക്കൾ പങ്കെടുത്ത ഒരു പരിപാടിയാണ്. ചിലപ്പോൾ അതിനോട് ആ ഒരു മുദ്രാവാക്യത്തോട് യോജിക്കാത്തവർ അല്ലെങ്കിൽ അത് വിളിക്കണ്ട എന്ന് തോന്നിയവരായിരിക്കാം ഒരുപക്ഷെ ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കാതിരുന്നത്. അതാണ് ആ ഒരു മുദ്രാവാക്യം, താൻ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അത് ഏറ്റുവിളിക്കാത്തതാണ് ഏതായാലും കേന്ദ്രമന്ത്രിയെ ചൊടിപ്പിച്ചത്. ഹാഷ്മി, അഭിജിത്ത് മുഴക്കുന്നതാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഭാരത് മാതാ കീ ജയ് എന്ന് മന്ത്രി മുദ്രാവാക്യം വിളിച്ചുകൊടുത്ത് ഏറ്റു പറയാത്തതിലാണ് മന്ത്രിയുടെ അതൃപ്തി, പ്രകോപനം. സുലൈമാൻ അബ്ദുൽ ഖാദർ അതിനിടെ പറയുന്നു, ആഷ്മി 1 കിലോ വെളുത്തുള്ളിക്ക് ഇപ്പോൾ 350-400 ആയിട്ടുണ്ട് വില എന്ന് പറയുന്നത്. അസ്മാമി താഴെ പറയുന്നു, ഇവിടെ വെളുത്തുള്ളിയുടെ വില 400 രൂപയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിനിടെ ഈ വാർത്തക്കിടയിൽ കൂടി ഇങ്ങനെ സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ മേപ്പോട്ടേക്കാണ് എന്നുകൂടി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മളെ അടക്കം ഓർമ്മിപ്പിക്കുകയാണ് കമൻറ്റ് ബോക്സിൽ. വർഷിപ്പ് പറയുന്നു, സാംസ്കാരിക കേരളത്തിൽ സംസ്കാരം തീരെ ഇല്ലാതായല്ലോ, ചുള്ളിക്കാടിന് കൊടുത്തത് കുറഞ്ഞു പോയി, അത് വിവാദമാക്കാതെ പറഞ്ഞു തീർക്കാമായിരുന്നു. 100% ശരിയാണ്, പറഞ്ഞു തീർക്കേണ്ട കാര്യമായിരുന്നു. അപ്പോൾ ഓക്കെ. അയോധ്യ വിഷയത്തിൽ കോഴിക്കോട് NIT-യിലുണ്ടായ സംഘർഷത്തിൽ പോലീസ് നടപടി. 2ാം വർഷ വിദ്യാർത്ഥിയുടെ പരാതിയിൽ 10 പേർക്കെതിരെ കേസെടുത്തു. ഭീഷണിപ്പെടുത്തൽ, മാരകമായി പരിക്കേൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് നടപടി. അയോധ്യ പ്രതിഷ്ഠയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മാസം 22-ന് കോളേജിൽ നടന്ന പരിപാടിയാണ് സംഘർഷത്തിന് ആധാരം. മതപരമായ ചടങ്ങ് ക്യാമ്പസിനുള്ളിൽ സംഘടിപ്പിച്ചത് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തതോടെ കൂട്ടത്തല്ലുണ്ടായി. ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾ മർദ്ദിച്ചെന്ന് കാണിച്ച് 2ാം വർഷ വിദ്യാർത്ഥി കൈലാഷ് നൽകിയ പരാതിയിലാണ് കുന്ദമംഗലം പോലീസിന്റെ നടപടി. മർദ്ദനമേറ്റവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തൽ, മാരകമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. കോളേജിലെ സീനിയർ വിദ്യാർത്ഥി ശിവ പാണ്ഡെ, മറ്റ് കണ്ടാലറിയാവുന്ന 10 വിദ്യാർത്ഥികൾ എന്നിവരാണ് പ്രതികൾ. ബാനർ ഉയർത്തി പ്രതിഷേധിച്ച വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യുന്നതിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ കണ്ടാലറിയാവുന്ന 100ഓളം SFI KSU പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. 24 കോഴിക്കോട്. ഒരു മുദ്രാവാക്യം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. ഉഷാ സുഹിത്ത് പറയുന്നു, പ്രണയമായും കലഹമായും പേരറിയാത്ത നോവുകളായും മലയാളിയുടെ കാവ്യാസ്വാദനത്തിൽ തീക്കാറ്റായ കവിയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ചുള്ളിക്കാടിൻ്റെ ആരാധകർ ഇപ്പോഴും ഒരുപാട് പേർ, ഇപ്പോഴും ഒന്നുമല്ല എല്ലാ കാലവും ചുള്ളിക്കാടിന് ആരാധകർ, ഞാനടക്കം ചുള്ളിക്കാടിൻ്റെ ആരാധകരാണ്. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലെ ഒരു ചുള്ളിക്കാട് ആരാധിക സ്പോട്ടഡ് ഉഷാ സുജിത്ത്. അരുൺ വയനാട് പറയുന്നു, ആഷ്മി ഈ റേഡിയോ കോളർ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ജനവാസ മേഖലയിൽ എത്തുന്നത് വരെ തണ്ണീർക്കൊമ്പനെ ട്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയത്? അവിടെ നിന്ന് 10-12 കിലോമീറ്റർ അകലെയാണ് വനം ഉള്ളതെന്ന് പറയുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. ഇപ്പോൾ എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം? അത് ഡീഹൈഡ്രേഷനാണോ, നിർജ്ജലീകരണമാണോ, അതോ മയക്കുമരുന്ന് വെടിവെച്ച അതിന് ഡോസ് കൂടിയതാണോ, മരുന്ന് മാറിയതാണോ, എന്താണ് കാരണം എന്നുള്ളതിൻ്റെ ആക്ച്വൽ അറിവ് വരണമെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യാം. കെജ്രിവാളിനെ വിടാതെ ഡൽഹി പോലീസ്. ആം ആദ്മി MLA-മാരെ BJP വിലക്കെടുക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ ഡൽഹി ക്രൈംബ്രാഞ്ച് സംഘം വീണ്ടും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തി. നോട്ടീസ് നൽകാനെത്തിയ സംഘത്തെ വസതിയിലേക്ക് പ്രവേശിപ്പിച്ചില്ല.
ACP പങ്കജ് അറോറയുടെ നേതൃത്വത്തിലുള്ള സംഘം വസതിക്ക് മുൻപിൽ തുടരുകയാണ്. 25 കോടി രൂപ പാർട്ടി MLA-മാർക്ക് നൽകി ഒപ്പം കൂട്ടാൻ BJP ശ്രമിച്ചെന്നായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പരാമർശം. കെജ്രിവാളിന്റെ പ്രസ്താവനയ്ക്കെതിരെ BJP പരാതി നൽകിയിരുന്നു. ഈ കേസിൽ നോട്ടീസ് നൽകാനാണ് ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘം കേജ്രിവാളിന്റെ വസതിയിലെത്തിയത്. എന്നാൽ അന്വേഷണ സംഘത്തിന് അകത്തേക്ക് പ്രവേശനം നൽകിയിട്ടില്ല. നോട്ടീസ് നേരിട്ട് മുഖ്യമന്ത്രിക്ക് നൽകാനാണ് സംഘത്തിന്റെ നീക്കം. കേജ്രിവാളിന്റെ പരാമർശത്തിന് അടിസ്ഥാനമായ തെളിവുകൾ നൽകാൻ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഡൽഹി പോലീസിനെ ഉപയോഗിക്കുന്നുവെന്ന് ആം ആദ്മി ആരോപിച്ചു. ഇന്നലെ കേജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിലും മന്ത്രി അതിഷി മർലേനയുടെ വസതിയിലും ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിരുന്നു. ഇരുവരും വസതിയിൽ ഇല്ലാത്തതിനാൽ നോട്ടീസ് നൽകാൻ സംഘത്തിന് കഴിഞ്ഞില്ല. BJP ഓപ്പറേഷൻ ലോട്ടസ് 2.0 ആരംഭിച്ചുവെന്നായിരുന്നു അതിഷി നടത്തിയ പരാമർശം. 24 ഡൽഹി. പാസ്റ്റർ രാജു പറയുന്നുണ്ട് ഇവിടെ വെളുത്തുള്ളിക്ക് വില 500 രൂപ എന്ന് പറയുന്നത്. അപ്പം 200, 300, 400, 500 ആയോ? അത് വെളുത്തുള്ളി എന്താണ്, പൊന്നാണോ എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. മാത്രമല്ല വെളുത്തുള്ളിയുടെ വില ഉയരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയാണ്. ഇത് കുത്തനെ ഉയരുകയാണ്. സൗദിയിലും സവാളയ്ക്ക് വില കൂടുന്നു. 9 റിയാൽ, ഏകദേശം 200 രൂപ കിലോയ്ക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ദേശവ്യാപകമായി വിലക്കയറ്റം ഉണ്ട് എന്ന് പറയുകയാണ്. വാവ എന്ന് പക്ഷേ സൗദിയിൽ നിന്ന് പറയുന്നു. ഓക്കെ. താജ്മഹലിന് സമീപത്തെ ഉറൂസിനെതിരെയും ഹർജി ഗ്യാൻ വ്യാപിക്ക് പിന്നാലെയാണ്. താജ്മഹലിലെ ഉറൂസ് ആഘോഷം വിലക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദു മഹാസഭയുടെ ഹർജി ഫെബ്രുവരി 6-നും 8-നും ഇടയിലാണ് നടക്കുന്ന ഉറൂസ് വിലക്കണമെന്ന് ആഗ്ര കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം. താജ്മഹൽ മുൻപ് ശിവക്ഷേത്രമായിരുന്നുവെന്ന ഹിന്ദു ജാഗരൺ മഞ്ച് അവകാശവാദം തെറ്റാണെന്ന് കഴിഞ്ഞ ദിവസം പുരാവസ്തു ഗവേഷക വകുപ്പ് കോടതി അറിയിച്ചിരുന്നു. അതേസമയം ഗ്യാൻവാബി മസ്ജിദിലെ അറയിൽ തുടർച്ചയായ 3-ാം ദിനവും പൂജ നടന്നു. മുഗൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉറൂസ് ആഘോഷത്തിന് അനുമതി നൽകിയിരുന്നില്ലെന്നാണ് ഹിന്ദുസേനയുടെ വാദം. ഇക്കാര്യത്തിലെ വിവരാവകാശ രേഖയും ഹർജിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ഹിന്ദു മഹാസഭയുടെ ജില്ലാ പ്രസിഡന്റ് സൗരഭ് ശർമ്മയാണ് ഹർജിക്കാരൻ. ഉറൂസിന് താജ്മഹലിൽ സൗജന്യ പ്രവേശനം നൽകുന്നതിനെയും ഹർജി എതിർക്കുന്നു. ഹർജി മാർച്ച് 4-ന് ആഗ്ര കോടതി പരിഗണിക്കും. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ശിവക്ഷേത്രമായിരുന്നു എന്നാണ് ഹിന്ദു ജാഗരൺ മഞ്ച് നേരത്തെ അവകാശപ്പെട്ടിരുന്നത്. ഇക്കാര്യത്തിൽ പുരാവസ്തു വകുപ്പ് കഴിഞ്ഞ ദിവസം താജ്മഹൽ ക്ഷേത്രമല്ലായിരുന്നു എന്ന സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ഗ്യാൻവാബിയിലെ അറയിൽ തുടർച്ചയായ 3-ാം ദിവസവും പൂജാ ചടങ്ങുകൾ തുടരുകയാണ്. കനത്ത സുരക്ഷയിലായിരുന്നു ഇന്ന് പുലർച്ചത്തെ ഉഷപൂജ. അതേസമയം വിഷയത്തിൽ മുസ്ലിം വ്യക്തി ബോർഡ് രാഷ്ട്രപതിയെ കാണും. ആരാധനാലയങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമം അട്ടിമറിക്കുന്നുവെന്ന നിവേദനമാകും മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രാഷ്ട്രപതിക്ക് നൽകുക. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. സജീഷ് കണ്ണൂർ ചോദിക്കുകയാണ്, ആഷ്മി ഹരിതകർമ്മസേനയ്ക്ക് യൂസർഫി കൊടുക്കുന്നതിൽ നിന്നും BPL റേഷൻ കാർഡുള്ള ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് മുകളിൽ ഒരു പ്രേക്ഷകന് മറുപടി പറയുന്നുണ്ട്. ഹരിതകർമ്മസേനയ്ക്ക് BPL കാർഡ് ഉടമകളും യൂസർഫി കൊടുക്കണം, ആരെയും ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുന്നു. ഒന്നുകൂടി അന്വേഷിക്കണം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം ഇപ്പോൾ 1:43:20 അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് കരുതുകയാണ്. ഭക്ഷണം കഴിക്കാത്തവർ കഴിക്കുക. ഷിബിൻ ചോദിക്കുന്നു, ആഷ്മിയാണോ ഞായറാഴ്ച ജനകീയ കോടതി എന്താണ് ഇപ്പോൾ ഇല്ലാത്തത്? ഗസ്റ്റ് വെച്ച് ഒരു ദേവി ചെയ്തെല്ലാം ഞായറാഴ്ചയും ജനകീയ കോടതി വെക്കണം. നാളെ ഉണ്ട്. നാളെ നമ്മളൊരു ഗംഭീര ഗസ്റ്റുണ്ട്. നാളെ നമ്മൾ ജനകീയ കോടതി എന്തായാലും ഉണ്ട്. അബ്ദുൽ ഗഫൂർ, ആഷ്മി ഞാൻ ഇനി മിണ്ടൂല, നമ്മളൊന്നും പരിഗണിക്കുന്നില്ല. എത്ര തവണ അയച്ചിട്ടും ഒന്നും വായിക്കുന്നില്ല. പരിഗണിച്ചു അബ്ദുൽ ഗഫൂർ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, വാർത്തയോടും അല്ലാതെ ഇപ്പോൾ ആൻ്റണി ജോൺ വെളുത്തുള്ളി കിലോ 450 രൂപ എന്ന് പറയുകയാണ്. വയനാട് 450 രൂപ എന്ന് പറയുന്നു. അപ്പോൾ വെളുത്തുള്ളി എല്ലാ സ്ഥലങ്ങളിലും വലിയ വില എന്ന് നമ്മുടെ പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്കെതിരായ ആരോപണങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സജീവമാക്കി നിലനിർത്താൻ പ്രതിപക്ഷം ഈ മാസം 5-ന് ചേരുന്ന UDF യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയവരുടെ പട്ടികയിൽ UDF നേതാക്കളുടെ പേരുമുള്ളതിനാൽ കരുതലോടെയാകും പ്രതിപക്ഷ നീക്കം. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ മാത്യു കുഴൽനാടൻ നടത്തിയ ഒറ്റയാൾ സമരം ഏറ്റെടുക്കാനാണ് UDF തീരുമാനം. തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കാനുള്ള ആയുധമായാണ് എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണത്തെ പ്രതിപക്ഷം കാണുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ KSIDC അന്വേഷണ പരിധിയിലായത് ഗുരുതരമെന്നാണ് മുന്നണിയുടെ വിലയിരുത്തൽ. വിഷയമുയർത്തിക്കാട്ടി പ്രാദേശിക തലത്തിൽ പ്രചാരണം നടത്തും. CMRL നിന്ന് സംഭാവന വാങ്ങിയവരുടെ പട്ടികയിൽ UDF നേതാക്കളുടെ പേരുമുള്ളതിനാൽ കരുതലോടെയാകും നീക്കം. തിങ്കളാഴ്ച സീറ്റ് വിഭജന ചർച്ചകൾക്കായി ചേരുന്ന UDF യോഗം തുടർ പ്രതിഷേധങ്ങൾ ചർച്ച ചെയ്യും. പ്രതിപക്ഷ ആരോപണങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് LDFന്റെ തീരുമാനം. 24 തിരുവനന്തപുരം.
കേന്ദ്ര സർക്കാരിനെതിരായ ഡൽഹി സമരത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിക്കാൻ LDFന്റെ ശ്രമം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നേരിൽ കണ്ടു ക്ഷണിക്കും. പ്രതിഷേധ പരിപാടിയുടെ സംഘാടനത്തിനായി ഡൽഹിയിൽ സമിതികൾ രൂപീകരിച്ചു. സമരവേദിയിലേക്ക് മമതാ ബാനർജിക്ക് ക്ഷണമില്ല. ഡൽഹിയിൽ ഫെബ്രുവരി 8-നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന സമരം നിശ്ചയിച്ചിട്ടുള്ളത്. യോജിച്ച സമരത്തിനില്ലെന്ന് UDF വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിക്കാൻ LDFന്റെ നീക്കം. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസ് കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി. മല്ലികാർജ്ജുൻ ഖാർഗെക്ക് മുഖ്യമന്ത്രി കത്ത് കൊടുത്തു കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് അവരുടെ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. എന്നോട് കാണില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പാർലമെൻറ്റ് സെഷൻ കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദേശീയ തലത്തിൽ BJPക്കെതിരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കൂടെ നിൽക്കണോ ഇല്ലേ എന്നുള്ളതല്ലേ പ്രശ്നം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, RJD നേതാവ് തേജസ്വി യാദവ്, നാഷണൽ കോൺഫറൻസിന്റെ ഫാറൂഖ് അബ്ദുള്ള തുടങ്ങിയവരെ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നേരിട്ട് ക്ഷണിക്കും. നവീൻ പട്നായിക് അടക്കം മറ്റ് BJP ഇതര പാർട്ടികളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരെയും സമരത്തിന് അണിനിരത്താൻ നീക്കമുണ്ട്. അതേസമയം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ക്ഷണമില്ല. ഡൽഹിയിലെ മലയാളി സംഘടനകളുടെ പങ്കാളിത്തവും പ്രതിഷേധത്തിൽ ഉറപ്പാക്കും. സമര സംഘാടനത്തിനായി MP-മാരായ ഡോക്ടർ V ശിവദാസൻ, AA റഹീം, ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സമിതികൾ രൂപീകരിച്ചു. 24 ഡൽഹി. വടകര താലൂക്ക് ഓഫീസ് കേസ് കത്തിക്കൽ പ്രതികളെ വെറുതെ വിട്ട് കോടതി എന്നൊരു വാർത്ത ഇപ്പോൾ വരും. തീവപ്പ് ഉൾപ്പെടെ 4 കേസുകളിലും നാരായൺ സതീഷിനെ വെറുതെ വിട്ടു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. തെളിവില്ല എന്നാണ് തോന്നുന്നത്. ജലീഷ് ജോൺ പറയുന്നു, ആനയെ കർണാടക വനം വകുപ്പ് ലോറിയിൽ കയറ്റിയത് ക്രെയിൻ ഉപയോഗിച്ച് ബെൽറ്റിട്ടാണ്. അതായിരിക്കും ആന ചിരിയാൻ കാരണം. ആനയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു പറയുന്നത്. ഇന്നലെ ആന കാണുമ്പോൾ തന്നെ അതിനൊരു ക്ഷീണിതാവസ്ഥയിലായിരുന്നു പലരും പറയുന്നത് കേട്ടു. ആശാബിന് പറയുന്നു, വെളുത്തുള്ളി വില ശരിയാണ്, ഇപ്പോൾ വാങ്ങി വന്നതേ ഉള്ളൂ എന്ന് പറയുന്നത്. ആശേച്ചി എത്ര രൂപയായി വെളുത്തുള്ളിക്ക്? 400-450 ആണോ? പാലാ നഗരസഭയിലെ എയർപോർട്ട് വിവാദത്തിൽ തർക്കം രൂക്ഷം. CPIM കൗൺസിലർ ബിനു പുളിങ്കണ്ടം മോഷണം കലയാക്കിയ ആളാണെന്ന് കേരള കോൺഗ്രസ് M കൗൺസിലർ ജോസ് ചീരാങ്കുഴി ആരോപിച്ചു. വിവാദത്തിന് പിന്നിൽ ആരെന്ന് അറിയാമെന്നാണ് ബിനു പുളിങ്കണ്ടത്തിന് മറുപടി. അതിനിടെ നഗരസഭാ ചെയർമാനായി കേരള കോൺഗ്രസ് MLA ഷാജു V തുരത്തനെ തെരഞ്ഞെടുത്തു. ഒറ്റക്കെട്ടാണെന്ന് നേതാക്കൾ പറയുമ്പോഴും പാലായിലെ LDFൽ കാര്യങ്ങൾ അങ്ങനെയല്ല. കൗൺസിലർമാർ തമ്മിൽ തല്ലിയ നഗരസഭയിൽ ഇപ്പോൾ മോഷണം പോയ എയർപോർട്ടിനെ ചൊല്ലിയാണ് കലഹം. മോഷണക്കുറ്റം ആരോപിച്ച് CPM കൗൺസിലർക്കെതിരെ പോലീസിൽ പരാതി നൽകിയ കേരള കോൺഗ്രസ് M കൗൺസിലർ ഇപ്പോൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും കടന്നിരിക്കുകയാണ്. പുള്ളിക്ക് ഒന്നെങ്കിൽ അതൊരു മാനസിക വൈകല്യമായിരിക്കും. കാരണം ഇങ്ങനെ ചിലർക്ക് മോഷ്ടിക്കുക എന്നുള്ളത്, ഇഷ്ടം പോലെ ആൾക്കാർ വലിയ പൈസ ഉള്ളവർ ചില ഹോട്ടലുകളിൽ റൂം എടുത്താൽ സ്പൂൺ എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയുള്ള ചില്ലറ മോഷണം, അത് അവരൊരു കലയായിട്ട് എടുത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഈ പുള്ളി ആ കൂട്ടത്തിൽപ്പെട്ടതായിരിക്കും. അല്ലാതെ പിന്നെ ഈ സാധനം എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ലെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നിൽ ജോസ് കെ മാണി തന്നെയാണെന്നാണ് CPM കൗൺസിലർ പറയുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി നൽകുമെന്നും ബിനു പുളിക്കക്കണ്ടം പറയുന്നു. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി പണ്ട് യുദ്ധം ചെയ്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ് ഇതിൽ നടക്കുന്നത്. ഇത് ആരുടെ താല്പര്യത്തിൽ പ്രകാരമാണ് ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ഈ ചുടിയോറ് വാരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. തർക്കം തുടരുന്നതിനിടെ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്നു. UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി കേരള കോൺഗ്രസിലെ ഷാജു V തുരുത്തൻ ചെയർമാനായി. LDFലെ മുൻധാരണ പ്രകാരം CPM രാജിവെച്ചതിനെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ്. ടോബി ജോൺസൺ, 24 കോട്ടയം. പത്തോപ്പനോട് എയർപോർട്ടാണ്. അതങ്ങ് എടുത്തവർ തിരിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. രഹസ്യമായിട്ട് എടുത്തെടുത്തുകൊണ്ട് വെച്ചാൽ മതി. പിന്നെ ആളറിയാതിരിക്കാൻ ആണ് പ്രശ്നമെങ്കിൽ. അപ്പോൾ അത് കൊടുക്കാതിരിക്കുന്നതാണ് പ്രശ്നം. അത് മാത്രമല്ല, അത് വലിയ രാഷ്ട്രീയ പ്രശ്നം, 30,000 രൂപ പ്രശ്നമല്ലോ, രാഷ്ട്രീയ പ്രശ്നമായി കൂടി ഡെവലപ്പ് ചെയ്യാണ്. അണക്കെട്ടാണ്. ദൈവയുടെ പ്രേക്ഷകൻ പറയുന്നു, ഷെമി സുലൈമാൻ, ഹാഷ്മി ഞങ്ങളിവിടെ സാമ്പാറും ഉപ്പേരിയും പപ്പടവുമായി ഭക്ഷണം കഴിക്കുകയാണ്. പറഞ്ഞാൽ ഹാഷ്മിക്ക് വിഷമം. എന്തിനാ വിഷമം? കഴിക്കുക, നന്നായിട്ട് കഴിക്കുക. ഓക്കെ. ഷെഫീർ മണ്ണാർക്കാട് പറയുന്നു, കാട് കയ്യേറിയതാണ് വന്യജീവി ആക്രമണങ്ങൾക്ക് കാരണം എന്ന് വാദിക്കുന്നവർ ഒന്ന് ഓർക്കണം. മലയിൽ ആളുന്നവർ, വസിക്കുന്നവർ എന്ന വാക്കിൽ നിന്നുമാണ് മലയന്മാർ എന്ന പേര് വീണത്. അഥവാ കേരളം മുഴുവൻ മലയും കാടുമായിരുന്നു എന്ന് പറയുകയാണ് ഷെഫീർ മണ്ണാർക്കാട്. ഓക്കെ. സൗദിയിലെ അൽഹസയിൽ മലയാളി കുടുംബം സഞ്ചരിച്ച വാഹന അപകടത്തിൽപ്പെട്ട് 2ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. കോഴിക്കോട് ഫറോക്ക് ചുങ്കം സ്വദേശി ജംഷീറിൻ്റെ മകൾ ഐറീൻ ജാനാണ് മരിച്ചത്. ദമാമിൽ നിന്നും അൽ ഉഖേറിലേക്ക് 2 വാഹനങ്ങളിലായി പുറപ്പെട്ട സംഘത്തിൽ ഒരു വാഹനം മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. സൗദിയിൽ നിന്നും സുബൈർ ഉദിനൂർ ചേർന്നത്. സുബൈർ, എങ്ങനെയാണ് അപകടം ഉണ്ടായത്? സങ്കടകരമായ വാർത്തയാണ്. തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഹാഷ്മി. സൗദിയിലെ അൽഹസയിലാണ് മലയാളി കുടുംബങ്ങൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട്
മരണം സംഭവിച്ചിരിക്കുന്നത്. ദമാം ഇന്റർനാഷണൽ മീഡിയം സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. കോഴിക്കോട് ഫറൂഖ് ചുങ്കം സ്വദേശി ജംഷീർ പാറക്കോട്ടിന്റെ മകൾ 8 വയസ്സുകാരി ഐറിൻ ജാനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ദമാമിൽ നിന്നും അൽഹസയിലെ അല്ലുഖൈറിലേക്കാണ് ഈ കുടുംബങ്ങൾ 2 വാഹനങ്ങളിലായി പുറപ്പെട്ടതായിരുന്നു. അതിൽ നിന്നും ഒരു സംഘത്തിന്റെ വാഹനമാണ് വഴിയിൽ വെച്ച് മറിഞ്ഞാണ് അപകടം സംഭവിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപകടത്തിൽ പരിക്കേറ്റ മറ്റുള്ളവരൊക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം അൽഹസയിലെ ഉംറാൻ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുട്ടിയുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് അൽഹസയിലെ KMCC പ്രവർത്തകരൊക്കെ രംഗത്തുണ്ട്. എന്തായാലും ഇന്നത്തെ രാവിലെ തന്നെ സൗദിയിലെ പ്രവാസികൾക്ക് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. സുബൈർ ഉദ്ദിനൂർ ആ വാർത്തയുടെ വിവരങ്ങളുമായി തന്നത്. സൗദിയിലാണ് വാഹനാപകടം ഉണ്ടായത്. ഒരു കുഞ്ഞ് മരിക്കുകയും ചെയ്തു. വലിയ വേദന ഉണ്ടാക്കുന്ന വണ്ടി മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. അജയ് ബാബു പറയുന്നു ശിഖണ്ഡി എന്നൊന്നും പറയരുത്. 100% ശരിയാണ്. ഒരു വലിയ കമ്മ്യൂണിറ്റി അധിക്ഷേപിക്കാനൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ അത് ഒരു പ്രയോഗം എന്ന നിലയ്ക്ക് പോലും പറയുന്നുണ്ട്. അതിക്കാലത്തത് രാഷ്ട്രീയ ശരിയല്ല, പറയരുത്. നേരത്തെ വിനു പുളിങ്ങങ്കണ്ടം ആ വാക്ക് ഉപയോഗിച്ചിരുന്നു. ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ് അജയ് ബാബു, ഞാൻ പറഞ്ഞില്ലെങ്കിലും അജയ് ബാബു അത് പറഞ്ഞു. രാമകൃഷ്ണൻ പറയുന്നു കാട് വെട്ടിത്തെളിച്ചാൽ മൃഗങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നു. കാട് വെട്ടിത്തെളിക്കൽ മാത്രം, കാട് വെട്ടിത്തെളിക്കൽ മനുഷ്യൻ്റെ കയ്യേറ്റം മാത്രമാണോ അതോ മൃഗങ്ങളുടെ എണ്ണം കൂടുന്നതാണോ തുടങ്ങിയ കാരണങ്ങളൊക്കെ പഠിച്ചാൽ മാത്രമല്ലേ അറിയൂ. അതോ 2 കാരണങ്ങളുണ്ടോ എന്നൊക്കെ അതിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമല്ലേ അറിയൂ. മാത്രമല്ല മനുഷ്യനും കൂടി വരുമ്പോൾ എന്താണൊരു പരിഹാരമാർഗം എന്നൊന്നുണ്ടല്ലോ, ജീവിക്കണ്ടേ. എന്താണ് രാവിലെ മുതൽ ഇക്കണ്ട വെയിലൊക്കെ കണ്ട് ജോലി ചെയ്യുന്നവരല്ലേ ഈ മാസം 50 രൂപ കൊടുത്താൽ പോരെ. ഒരു മാസം ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ എത്ര ചിലവാക്കുന്നു. ഹരിതകർമ്മസേന അവരും ജീവിച്ചോട്ടെ എന്ന് പറയുകയാണ് ഒരു പ്രേക്ഷകൻ. വേറൊരു പ്രേക്ഷകയും താഴെ അതുപോലെ തന്നെ പറഞ്ഞത് വേർതിരിക്കാനാണ്. പണം വേർതിരിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. മാസം 50 രൂപ എന്നുള്ളത് വലിയ തുകയാണോ എന്ന് ചോദിക്കുന്നു. മാസം 50 രൂപ വലിയ തുകയായിട്ടുള്ളവരുണ്ട്. ഹരിതകർമ്മസേനയ്ക്ക് BPL കാർഡ് ഉടമകളും ക്യാഷ് കൊടുക്കണം. അവർക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് കവറുകൾ, ക്യാരി ബാഗുകളൊക്കെ വേർതിരിക്കുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് എന്ന് പറയുന്നുണ്ട്. ഹരിതകർമ്മസേന എപ്പോഴും നമ്മുടെ കമൻറ്റ് ബോക്സിലെ ഒരു ഹോട്ട് ടോപ്പിക്കാണ് എപ്പോഴും. ഡോക്ടറും അബീർ മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ അബ്ദുറഹ്മാൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. മലപ്പുറം കക്കാട് സ്വദേശിയാണ്. കക്കാട് ജുമാ മസ്ജിദിൽ രാത്രി 8 മണിക്കാണ് ഖബറടക്കം. അബീർ ഗ്രൂപ്പ് പ്രസിഡന്റ് ആലുങ്കൽ മുഹമ്മദ് അനുശോചനം രേഖപ്പെടുത്തി. സൗദിയിൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാനിയായിരുന്നു ഡോക്ടർ അബ്ദുറഹ്മാൻ എന്ന് ആലുങ്കൽ മുഹമ്മദ് അനുസ്മരിച്ചു. കോതമംഗലം കുത്തുകുഴിയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു എന്നൊരു സങ്കടവാർത്ത വരുന്നു. മുളവൂർ സ്വദേശി ബേസിൽ ജോയിയാണ് മരിച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസിനെ വെട്ടിച്ചു കടത്തിയ സ്വർണവുമായി മലപ്പുറം സ്വദേശി പിടിയിൽ. 3/4 കോടി രൂപയുടെ സ്വർണ്ണമാണ് പോലീസ് പിടികൂടിയത്. സ്വർണം സ്വീകരിക്കാനെത്തിയ പാലക്കാട് സ്വദേശി റിംഷാദിനെയും കസ്റ്റഡിയിലെടുത്തു. 1260 ഗ്രാം സ്വർണവുമായാണ് റിംനസ് ഖമർ കരിപ്പൂരിലെത്തിയത്. കസ്റ്റംസിന്റെ വിവിധ പരിശോധനകളെ മറികടന്ന് വിമാനത്താവളത്തിന് പുറത്തെത്തിയതോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 5 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും ഇയാൾ കുറ്റം സമ്മതിച്ചില്ല. തുടർന്ന് നടത്തിയ വൈദ്യപരിശോധനയിലാണ് ശരീരത്തിനകത്ത് ക്യാപ്സൂൾ രൂപത്തിലാക്കി ഒളിപ്പിച്ച നിലയിൽ സ്വർണം കണ്ടെത്തിയത്. ഇതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സ്വർണം സ്വീകരിക്കാനെത്തിയ പാലക്കാട് ആലത്തൂർ സ്വദേശി റിംഷാദിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സ്വർണം പിടിച്ചത്. കരിപ്പൂരിൽ 1 മാസത്തിനിടെ പോലീസ് പിടികൂടുന്ന 9ാമത്തെ സ്വർണ്ണക്കടത്ത് കേസാണിത്. 24 മലപ്പുറം. ഉച്ചവരെ മയക്കുവെടി വെക്കാൻ അനുമതി കൊടുക്കാതിരുന്ന ഉദ്യോഗസ്ഥർ തണ്ണീർക്കൊമ്പന മരണത്തിന് മറുപടി പറയേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ്. ചേട്ടാ നേരത്തെ ഞാൻ പിന്നെയും പറയുന്നു, അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്നറിയാൻ കഴിയുകയുള്ളൂ. ജോബിൻ അബ്രഹാം ജോർജ് പറയുന്നു ഹാഷ്മി സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളൊന്നുമില്ല, ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാണിപ്പോൾ സപ്ലൈകോ. ഷബനാസ് പറയുന്നു ഒരു നാടിനെ മനം കവരാനും പിന്നീട് നൊമ്പരമാകാനും മനുഷ്യൻ തന്നെ ആവണമെന്നില്ല എന്നും പറയുകയാണ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ നമ്മുടെ വാർത്തായാത്ര തുടരുന്നു. ചികിത്സയിലിരിക്കെ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ DYFI SFI പ്രവർത്തകർ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രകടനമായെത്തിയ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞതോടെ ഉന്തും തള്ളുമുണ്ടായി. മരിച്ച ആറോൺ വർഗീസ് പഠിച്ച പ്ലാങ്കമൺ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളും ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധവുമായി എത്തി. വ്യാഴാഴ്ചയാണ് കൈക്ക് പരിക്കേറ്റ് ചികിത്സയ്ക്കായി റാന്നി മാർത്തോമ ആശുപത്രിയിലെത്തിയ പ്ലാങ്കമൺ സ്വദേശി 5.5 വയസ്സുകാരൻ ആരോൺ വി വർഗീസ് മരിക്കുന്നത്. ചികിത്സാ പിഴവ് ആരോപിച്ച DYFI SFI ബാലസംഘം പ്രവർത്തകരാണ് ആശുപത്രിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ഉന്തിനും തള്ളിനുമിടെ ബാരിക്കേഡ് വീണ റാന്നി സ്റ്റേഷനിലെ ASI ബോസിന് പരിക്കേറ്റു. ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി.
ആരോണിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട പ്ലാങ്കമൺ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധവുമായി എത്തി. ആരോണിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച സംസ്കാരം നടക്കും. അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. 24 പത്തനംതിട്ട. പത്തനംതിട്ട കോന്നിയിൽ വീടിനുള്ളിൽ 1 മാസം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. മരിച്ചത് മരങ്ങാട്ട് സ്വദേശി പ്രസാദാണ്. കുടുംബവുമായി അകന്നു കഴിയുകയായിരുന്നു ഇയാൾ. ശ്രീകുമാർ വിവരണം. ശ്രീത്ത്, സംഭവത്തെപ്പറ്റി പോലീസ് പറഞ്ഞത് എന്താണ്? ഒന്നര മാസം ഏതാണ്ട് പഴക്കമുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. നമ്മളപ്പോൾ മരങ്ങാടുള്ള പ്രസാദിന്റെ വീട്ടിലാണുള്ളത്. ഭാര്യയുമായി അകന്നു കഴിയുകയായിരുന്നു. ഭാര്യയും 2 മക്കളുമുണ്ട്. അവർ മലയാളപ്പുഴയിൽ അവരുടെ വീട്ടിലാണ് താമസം. എന്തായാലും ഭാര്യയുമായി അകന്നു കഴിയുകയായിരുന്നു എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഭാര്യ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ കാണാനില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഭാര്യ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. സ്വാഭാവികമായി ആ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വീട്ടിനുള്ളിലേക്ക് ഒരു പരിശോധന നടത്താൻ ഇതുവരെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ അകത്താണ് മൃതദേഹമുള്ളത്. ഏതാണ്ട് 1 മാസത്തിലധികം 1.5 മാസത്തോളം പഴക്കമുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അദ്ദേഹത്തിന് TB രോഗമുണ്ടായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് വിളിച്ച സമയത്തായിരുന്നു വീട്ടുകാർ ഒരു അന്വേഷണം നടത്തിയത്. ഇതുവരെ പിന്നീട് ചികിത്സയ്ക്കൊന്നും വരുന്നില്ല, എന്താണ് വരാത്തതെന്ന് അന്വേഷിച്ച് ഒരു പരിശോധന ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്തായാലും ഇന്ന് വന്ന് നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ വീട്ടിനുള്ളിൽ ഒരു മരപ്പണിക്കാരൻ കൂടിയാണ് ഇദ്ദേഹം ഈ വീട്ടിനുള്ളിൽ ഒരു മരിച്ചു കിടക്കുന്നത്, അതായത് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് എന്തായാലും ഇപ്പോൾ കോന്നി പോലീസ് എന്തായാലും തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിനായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും. ഒരുപക്ഷെ കോട്ടയം മെഡിക്കൽ കോളേജിലായിരിക്കും പോലീസ് സർജന്റെ സാന്നിധ്യത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടക്കുക എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രയും അധികം പഴക്കമുള്ള മൃതദേഹമാണ്. എന്താണ് കാരണം, എന്താണ് അതിൻ്റെ മരണകാരണം എന്നതൊക്കെ ഇനിയിപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിലാണ് വ്യക്തമാകേണ്ടത്. വ്യക്തമാകട്ടെ. ബഷീർ പറയുകയാണ്, കസ്റ്റംസിനെ വെട്ടിക്കുക എന്ന് പറഞ്ഞാൽ പൊതുജനം വിശ്വസിക്കില്ല. ഉദ്യോഗസ്ഥ ഒത്താശയാണത്. കസ്റ്റംസ് പോലുള്ള ഉദ്യോഗസ്ഥരെ സ്ഥിരമായി ഒരിടത്ത് ജോലിക്ക് വെക്കരുതെന്ന് ബഷീർ പറയുന്നു. അത് നേരത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ സമാനമായ കേസുകൾ നടപടിയൊക്കെ ഉണ്ടായിട്ടുള്ളതും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് ബഷീർ പറയുന്നതിൽ കഥയില്ല എന്നില്ല. ഇതാണ്ട് ഷഫീർ പറയുകയാണ്, വിലക്കയറ്റമെല്ലാം ഇന്ന് പ്രതിപക്ഷ സംഘടനകൾക്ക് ഒരു വിഷയമല്ലാതായി. വിലക്കയറ്റം കൊണ്ട് ചക്രശ്വാസം വലിക്കുന്ന പൊതുജനങ്ങൾ കഴുതയല്ല സാർ എന്ന് പറയുകയാണ് ഷഫീർ. പവിത്രമാതനപ്പറ്റ തണ്ണീർക്കൊമ്പൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാവാൻ സാധ്യത മാരകമായ ഏതോ രോഗമായിരിക്കും മരണകാരണം എന്ന് പവിത്രൻ ചേട്ടൻ നേരത്തെ മുൻകൂട്ടി കാണുകയാണ്. നമുക്ക് നോക്കാം, എന്തായാലും വരട്ടെ. ഓക്കെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിന് അവകാശവാദം ഉന്നയിച്ച INTUC സീറ്റ് നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരന്റെ മുന്നറിയിപ്പ്. മറ്റെല്ലാ പാർട്ടികളും തൊഴിലാളി വിഭാഗത്തെ ചേർത്ത് പിടിക്കുമ്പോൾ കോൺഗ്രസ് INTUCയെ കൂടെ നിർത്തുന്നില്ല എന്നും പറയുകയാണ് R ചന്ദ്രശേഖരൻ. ആലപ്പുഴ സീറ്റിലാണ് INTUCയുടെ കണ്ണ്. കൊല്ലത്ത് NK പ്രേമചന്ദ്രന് സീറ്റ് കൊടുക്കുന്നതിനെയും R ചന്ദ്രശേഖരൻ വിമർശിക്കുകയാണ്. അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സംഘടനാ സംവിധാനമല്ല INTUCക്കുള്ളത്. അത് വ്യക്തമായി ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. INTUCക്ക് കേരളത്തിലെ 16 കോൺഗ്രസിൻ്റെ സീറ്റുകളിൽ ഒരു സീറ്റ് കൃത്യമായി ലഭ്യമാകണം. അങ്ങനെ ലഭ്യമാകുന്നില്ല എങ്കിൽ INTUC സംസ്ഥാന കമ്മിറ്റി കൃത്യമായ നിലപാടിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പോകും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അഖിൽ ഷാൻ സാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നത്. അഖിൽ, എല്ലാ തെരഞ്ഞെടുപ്പുകളും INTUC അവകാശവാദം വരാറുണ്ട്. അത്തരം ഒരു അവകാശവാദം എന്നതിനപ്പുറം കുറച്ചുകൂടി ഗൗരവമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ്, ആലപ്പുഴ സീറ്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ INTUC? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഹഷ്മി. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ ഈ INTUCയുടെ വാദം നമ്മൾ കണ്ടതാണ്. അതായത് അന്നും ഇവർ ഇത്തരത്തിൽ തങ്ങളെ കാര്യമായി പരിഗണിക്കണം, തങ്ങൾക്ക് സീറ്റ് നൽകണം എന്നുള്ളൊരു ആവശ്യമൊക്കെ ഉയർത്തിയിരുന്നു. പക്ഷേ അന്ന് നേതൃത്വം പറഞ്ഞിരുന്നത് ഒരു ജീവൻ മരണ പോരാട്ടത്തിന് ഇപ്പോൾ സമയമില്ല, അതുകൊണ്ട് അന്ന് ആ സീറ്റ് ലഭിച്ചതുമില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി കടുപ്പിച്ചുള്ളൊരു സമീപനമാണ് INTUCയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഒരു താക്കീത് എന്ന നിലയിലാണ് INTUCയുടെ ഭാഗത്തു നിന്നുള്ളൊരു ആവശ്യം വരുന്നത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അത് INTUCക്ക് നൽകിയേ മതിയാകുള്ളൂ. അത് നൽകിയില്ല എന്നെങ്കിൽ നിലപാട് കടുപ്പിക്കേണ്ടി വരും. അങ്ങനെ സീറ്റ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ നിന്ന് മത്സരിക്കുമെന്നുള്ളൊരു കാര്യമാണ് ഇന്നിപ്പോൾ R ചന്ദ്രശേഖരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ വിമർശനമാണ് അദ്ദേഹം കോൺഗ്രസിനെതിരെയും ഉയർത്തിയിരിക്കുന്നത്. അതായത് കോൺഗ്രസ് പലപ്പോഴും തൊഴിലാളി വിഭാഗങ്ങളോടൊപ്പം അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളോടൊപ്പം നിൽക്കാത്തൊരു സമീപനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ടും വ്യക്തമാക്കിയത്. ഈ ലോക്സഭയിൽ ഉൾപ്പെടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് അതിൽ പ്രതികരിക്കുന്നില്ല തുടങ്ങിയ വലിയ വിമർശനം ഈ
ചന്ദ്രശേഖരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. എന്തായാലും സീറ്റ് ലഭിച്ചില്ല, അതായത് ഇത്തവണ സീറ്റ് ലഭിച്ചില്ല എങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ തന്നെയാണ് ഈ INTC-യുടെ തീരുമാനം. ഏറ്റവും പ്രധാനമായും ഈ ആലപ്പുഴ സീറ്റിലാണ് ഇവർക്ക് പ്രധാനമായും കണ്ണുള്ളത്. എന്നാൽ അതിൽ നിർബന്ധമില്ല. കേരളത്തിലെ മറ്റെല്ലാ ലോക്സഭാ സീറ്റുകളിലും നിൽക്കാനുള്ള യോഗ്യത ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ ഒരു നിർബന്ധം കാണിക്കുന്നില്ല. പക്ഷേ കിട്ടിയാൽ ആലപ്പുഴയാകും നല്ലതെന്നുള്ളൊരു കാര്യവും ആർ ചന്ദ്രശേഖരൻ ഇന്ന് വ്യക്തമാക്കി. എന്തായാലും കൂടുതൽ കടുത്തൊരു നിലപാട് അല്ലെങ്കിൽ കൂടുതൽ കടുത്തൊരു താക്കീത് എന്ന നിലയിൽ, കോൺഗ്രസിന് ഒരു താക്കീത് എന്ന നിലയിലാണ് ആർ ചന്ദ്രശേഖരൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചതും ഈ സീറ്റ് തങ്ങൾക്ക് ഒരു സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടതും. അഖിൽ ഷാ അൻസാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇത്തവണ കുറച്ച് എപ്പോഴും പറയുന്ന പോലെ സീരിയസ് ആയി, അഥവാ ഇനി സീറ്റ് നൽകുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് മത്സരിച്ചേക്കാനൊക്കെ INTUC-ക്ക് ഇണ്ടക്കിന് ആലോചനയുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇത്തരം അവകാശവാദങ്ങൾ, സീറ്റ് വേണമെന്ന ആവശ്യങ്ങളൊക്കെ നാൾക്ക് നാൾ വർദ്ധിക്കാൻ പോകുന്നു. കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടക്കമാണിതൊക്കെ കേട്ടോ. വടകര താലൂക്ക് ഓഫീസ് തീവപ്പ് കേസിൽ ഹൈദരാബാദ് സ്വദേശിയായ പ്രതി നാരായണ സതീഷിനെ വെറുതെ വിട്ട് കോടതി. വടകര തീവപ്പ് ഉൾപ്പെടെ 4 കേസുകളിൽ നിന്നും സതീഷിനെ കോടതി കുറ്റമുക്തനാക്കി. കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല എന്ന് കോടതി പറഞ്ഞു. വടകര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നു. അഭിജിത്ത്, തീവപ്പിനുള്ള കാരണമായി ഈ പ്രതി പറഞ്ഞതൊക്കെ വിചിത്രമായ കാരണങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് ആലോചിച്ചതാണ്. എന്താണ് കോടതിയിൽ സംഭവിച്ചത്? പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയത് എങ്ങനെയാണ് അഭിജിത്ത്? ഹഷ്മി, ഏതായാലും പ്രോസിക്യൂഷന് തങ്ങളുടെ കണ്ടെത്തലുകൾ, ഈ പ്രതിക്കുമേലുള്ള കുറ്റങ്ങൾ തെളിയിക്കാനായിട്ടില്ല എന്നുള്ളതാണ് വടകര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി ഉത്തരവിൽ പറയുന്നത്. 2021 ഡിസംബർ 17-നായിരുന്നു വടകര താലൂക്ക് ഓഫീസിന് തീപിടിച്ചത്. ഈ ഒരു കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചു. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഫയലുകൾ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഹൈദരാബാദ് സ്വദേശിയായ ഈ നാരായണ സതീഷിനെ പോലീസ് പിടികൂടുന്നത്. ഇതിനു മുൻപ്, അതായത് ഈ വടകര താലൂക്ക് ഓഫീസ് തീവച്ച് നശിക്കപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ 3 കെട്ടിടങ്ങളും സമാനമായ രീതിയിൽ തീവച്ച് നശിപ്പിച്ചിരുന്നു. ഈ 3 കെട്ടിടങ്ങൾ നശിപ്പിച്ച കേസിൽ ഉൾപ്പെടെ പ്രതി ചേർത്താണ് ഈ പോലീസ് ഈ നാരായണ സതീഷിനെ പിടികൂടിയത്. പ്രധാനമായും പോലീസ് CCTV, ഒപ്പം തന്നെ ഈ സമീപത്തെ DO ഓഫീസ്, ഒരു തീവച്ച് നശിപ്പിച്ചതിൽ ഉൾപ്പെടുന്ന DO ഓഫീസിന്റെ ചുവരിലുണ്ടായിരുന്ന തെലുങ്കിലുള്ള ഒരു എഴുത്ത്, ഇതൊക്കെ ആണ് ഈ നാരായണ സതീഷിലേക്ക് പോലീസിനെ എത്തിച്ചത്. ഏതായാലും ഈ തെളിവുകൾ പര്യാപ്തമല്ല എന്നുള്ളതാണ് നിലവിൽ കോടതിയുടെ ഒരു കണ്ടെത്തലായി വരുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്നത് ഈ നാരായണ സതീഷ് ആണ് എന്നുള്ള കാര്യം തെളിയിക്കാൻ ഏതായാലും പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2021-ലാണ് ഈ സംഭവം നടക്കുന്നതെന്ന്. ലക്ഷക്കണക്കിന് ഈ ഫയലുകൾ നശിച്ചിരുന്നു. ഏതാണ്ട് 150 വർഷത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടമായിരുന്നു അത്, ഈ താലൂക്ക് ഓഫീസ്. അത് പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും ഈ കേസിലാണ് നിലവിൽ ഈ ഒരു പ്രതിയെ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. നിസ്സംശയം അതൊരു പ്രോസിക്യൂഷന്റെ വീഴ്ചയായി തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്താം. ഹാഷ്മി, യെസ്, വലിയ ദുരൂഹത ഉണ്ടാക്കിയ ഒരു തീവപ്പാണത്. എന്തിനാണ് കാരണം എന്നതിലടക്കം ഇപ്പോഴും അവ്യക്തതയാണ്. ഇപ്പോൾ നാരായണ സതീഷ് അല്ല പ്രതിയെങ്കിൽ പിന്നെ ആരാണ് പ്രതി എന്നൊരു ചോദ്യമൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അതിൽ തുടരന്വേഷണം നടക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് പരിക്കേറ്റ യുവാവ് മരിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. നാട്ടിക ബീച്ച് സ്വദേശി മിഥുൻ ആണ് മരിച്ചത്. 26 വയസ്സുകാരനാണ്. അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ, ഇന്ന് പുലർച്ചെ ചികിത്സയിലിരിക്കെ ഉച്ചയോടെ മരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. അതുമാത്രമല്ല, കോതമംഗലം കുത്തുകുഴിയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു എന്ന വാർത്ത വന്നു. ബൈക്ക് യാത്രികനായ മുളവൂർ സ്വദേശി ബേസിൽ ജോയിയാണ് മരിച്ചത്. കാറും 2 ബൈക്കുകളും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. രാഹുൽ വിജയൻ ചെയ്യുന്നു. രാഹുൽ, എങ്ങനെയാണ് വലിയ മരണത്തിലേക്ക് കാരണമായ അപകടം ഉണ്ടായത്? ഹാഷ്മി, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് റോഡിന്റെ വശത്ത് വലിയ ആഴത്തിൽ കുഴി എടുത്തിട്ടുണ്ട്. വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് വലിയ കുഴി എടുത്തിട്ടുണ്ട്. ആ കുഴിയിലേക്ക് തെറിച്ച് വീണ പരിക്ക് പറ്റിയാണ് ബേസിൽ ജോയി മരണപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ 2 ബൈക്കുകളിലേക്ക് ഒരു കാറ് വന്നിടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ ഈ കാറും ഈ 2 ബൈക്കുകളും ഈ കുഴിയിലേക്ക് ചെന്ന് വീഴുകയായിരുന്നു. കാറും ഈ കുഴിക്കകത്ത് കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. മറ്റ് ആളുകൾ ആരൊക്കെയാണ്, ഈ അപകടത്തിൽ പരിക്കേറ്റ മറ്റാളുകൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. നിലവിൽ ഈ മരണപ്പെട്ട ആൾ ബേസിൽ ജോയി ആണ് എന്നുള്ളത് മാത്രമാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസും ഈ കാര്യത്തിൽ ആരൊക്കെയാണ് മരണപ്പെട്ടത് എന്നറിയുന്നതിന് വേണ്ടിയുള്ള പരിശോധന നടത്തുകയാണ്. ഓക്കെ, രാഹുൽ വിജയനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയെന്ന് പറഞ്ഞാൽ അപകടങ്ങളില്ലാത്ത ഒരു ദിവസം, അപകട വാർത്തകളില്ലാത്ത, അപകട മരണങ്ങളില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. ഇന്നും അതിന് മാറ്റമില്ല. വാർത്ത തുടങ്ങിയതിന് ശേഷം 2 മരണമാണ് അപകടത്തിൽപ്പെട്ട്. ഒരാൾക്ക് നേരത്തെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആളാണെങ്കിൽ 2 മരണം അപകടത്തിൽപ്പെട്ട് മാത്രം ഉണ്ടാകുന്നു. സങ്കടകരമാണ്.
ഒന്ന് രണ്ട് പ്രേക്ഷകരുടെ ദേവിയെ കാണുന്നില്ല, കമൻറ്റ് ബോക്സിൽ വരുന്നില്ല, ഇവിടെ ഒന്നും ഇല്ലേ എന്ന് സിന്ധു ചോദിക്കുന്നു. ചേച്ചി എവിടെ കാണാനില്ലോ? ശരിയാണല്ലോ, ഞാനും ആലോചിച്ചു എവിടെ കാണുന്നില്ലോ എന്ന് ആലോചിച്ചായിരുന്നു. വേറെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു, ഷഫീർ, നാട്ടിലിപ്പോൾ എന്തിനും 100 രൂപയാണ് ട്രെൻഡ്. 1.5 കിലോ 100, 2 കിലോ 100, 2.5 കിലോ 100, 3 കിലോ 100. പെട്ടെന്ന് കേൾക്കുമ്പോൾ വിലക്കുറവ് തോന്നിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് തന്ത്രമാണ്, യഥാർത്ഥ വിലക്കുറവല്ല എന്നും പറയുകയാണ്. INTUC പോസ്റ്റർ ഒട്ടിക്കാൻ എന്ന് തോമസ് മാത്യു പറയുന്നു. എനിക്കൊന്ന് ഒരു നിരാശനായ INTUC പ്രവർത്തകനാണോ അതോ രാഷ്ട്രീയ എതിരാളിയാണോ എന്നും അറിയില്ല. നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകത്തിൻ്റെ പ്രഖ്യാപനത്തിന് തമിഴ്നാട്ടിൽ സമ്മിശ്ര പ്രതികരണം. രാഷ്ട്രീയത്തിലേക്ക് വിജയെ സ്വാഗതം ചെയ്യുമ്പോഴും സിനിമയല്ല രാഷ്ട്രീയമെന്ന ഓർമ്മപ്പെടുത്തലുകളാണ് അധികവും. പാർട്ടിയിൽ ആളുകളെ ചേർക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ വിജയ് പ്രവർത്തകർക്ക് നിർദ്ദേശവും നൽകി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സിനിമാ താരങ്ങളും വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുകൾ പറയുന്നുണ്ട്. DMKയും അണ്ണാ DMKയും വിമർശനത്തോടെയാണ് പാർട്ടി പ്രഖ്യാപനത്തിന് ആശംസകൾ നേർന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ ആര് പുതിയ പാർട്ടിയുമായി വന്നാലും അണ്ണാ DMKയെ തകർക്കാൻ കഴിയില്ലെന്ന് മുൻമന്ത്രിയും ADMK മുതിർന്ന നേതാവുമായ D. ജയകുമാർ പറഞ്ഞു. പ്രശസ്തി കൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ പ്രതികരിച്ചു. ജനാധിപത്യ ഇന്ത്യയിൽ ആർക്കും പാർട്ടി ആരംഭിക്കാമെന്നും വിജയാശംസകളെന്നും മന്ത്രി ഉദയനിധി സ്റ്റാലിനും പറഞ്ഞു. വിജയുടെ വരവ് രാഷ്ട്രീയത്തിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ അംഗങ്ങളെ ചേർക്കുന്നതിനുള്ള തീവ്ര ശ്രമമാണ് തമിഴക വെട്രിക്കഴകം പ്രവർത്തകർ ആരംഭിച്ചിട്ടുള്ളത്. ചുരുങ്ങിയ ദിവസം കൊണ്ട് 1 കോടി പേരെ പാർട്ടിയിൽ ചേർക്കാനാണ് വിജയുടെ ആഹ്വാനം. ജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ രാഷ്ട്രീയമാണ് മാറേണ്ടതെന്ന നിലപാടാണ് തമിഴക വെട്രിക്കഴകത്തിലൂടെ വിജയ് പറയുന്നത്. 24 ചെന്നൈ. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ജാർഖണ്ഡ് പര്യടനത്തിൽ. ഗോഠയിലെ പൊതുസമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നു രാഹുൽ ഗാന്ധി. അദാനിയോട് നീതിയും ബാക്കിയുള്ളവരോട് അനീതിയുമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് രാഹുൽ ആരോപിച്ചു. ജാർഖണ്ഡിൽ രാഹുൽ ഗാന്ധിയുടെ പര്യടനം തുടരുകയുമാണ്. യാത്ര തുടങ്ങിയതിൽ പിന്നെ ജാർഖണ്ഡിൽ മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ ഐക്യ സന്ദേശം നൽകാൻ കഴിഞ്ഞത്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ തന്നെ ചമ്പൈ സോറൻ യാത്രയുടെ ഭാഗമായി. ബീഹാറിൽ ക്ഷണം നൽകിയിട്ടും RJD പങ്കെടുത്തിരുന്നില്ല. ബംഗാളിൽ മമതാ ബാനർജി യാത്രയെ പലകുറി പരിഹസിച്ചു. ജാർഖണ്ഡിലെ പര്യടനത്തിൽ കേന്ദ്ര സർക്കാരിനെ രാഹുൽ രൂക്ഷമായി വിമർശിച്ചു. नरेंद्र मोदी जी की सरकार में यहाँ आपको रोजगार मिलता है। फिर नरेंद्र मोदी जी ने क्या किया? किसानों के खिलाफ अन्याय, 3 कानून लाए, काले कानून। अच्छी बात हुई कि देश के सारे किसान उनके खिलाफ खड़े हो गए और कानून को रद्द करना पड़ा. BJPയുടെ വിദ്വേഷ പ്രചരണത്തിനെതിരായാണ് ഈ യാത്രയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഈ സമയത്ത് യാത്ര നടത്തുന്നത് യുക്തിപരമല്ലെന്ന് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ വിമർശിച്ചു. ഗോഡയിലെ സർക്കാനന്ദ ചൌക്കിൽ നിന്നും ധൻബാദ് വരെയാണ് ഇന്ന് യാത്രാ പര്യടനം നടത്തുക. 24 ഡൽഹി. അപ്പോൾ അതങ്ങനെ തുടരുകയാണ്. സംസ്ഥാനങ്ങൾ പിന്നിട്ട് ഇടയ്ക്ക് ബീഹാറിലും ബംഗാളിലും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ്. ധന്യം ചോദിക്കുകയാണ് INTUCയോട്, നിയമസഭയിൽ 140 സീറ്റുള്ളതല്ലേ, അതിലേക്ക് സീറ്റ് ചോദിച്ചുകൂടെ INTUCക്ക് എന്ന് ചോദിക്കുകയാണ്. പക്ഷേ നിയമസഭയിലേക്കും INTUC കാലാകാലങ്ങളിൽ സീറ്റ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് അർഹമായ പരിഗണന കിട്ടുന്നില്ല, തൊഴിലാളികളെ ചേർത്ത് നിർത്തുന്നില്ല കോൺഗ്രസ് എന്ന ആരോപണം ഗൗരവമായി ഉന്നയിക്കുകയാണ് INTUC. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചു. 1000 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഡിസംബർ മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് വർധനവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. വേതനത്തിൽ കാലാനുസൃതമായ വർധന വേണമെന്ന ആവശ്യം നിരവധി മാസങ്ങളായി ആശാവർക്കർമാർ ഉന്നയിക്കുന്നുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. തുടർന്നാണ് 1000 രൂപയുടെ വർധന പ്രതിമാസ ഓണറേറിയത്തിൽ വരുത്താൻ ധനകാര്യ വകുപ്പ് തീരുമാനിച്ചത്. കഴിഞ്ഞ ഡിസംബർ മുതൽ മുൻകാല പ്രാബല്യമുണ്ടാകും. ഇതോടെ പ്രതിഫലം 7000 രൂപയായി ഉയരും. 25,125 ആശാ വർക്കർമാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ പ്രതിഫല വിതരണത്തിനായി 31.35 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഇതിനു പുറമെ അധിക പ്രവർത്തനങ്ങൾ നിർവഹിച്ചാൽ കേന്ദ്രത്തിന്റെ 2000 രൂപയുടെ ഇൻസെന്റീവ് കൂടി ആശാവർക്കർമാർക്ക് ലഭിക്കും. സംസ്ഥാനത്ത് ദേശീയ ആരോഗ്യ ദൗത്യം പ്രവർത്തകർക്ക് കേന്ദ്രം അനുവദിച്ച തുക കഴിഞ്ഞ 3 മാസമായി ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. 24 തിരുവനന്തപുരം. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ തെരുവുനായുടെ ആക്രമണത്തിൽ കുട്ടികളടക്കം 21 പേർക്ക് പരിക്ക്, 8 സ്ത്രീകൾക്ക് പരിക്കേറ്റു. കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ കാവപുര, തോട്ടായി, നെച്ചിക്കുണ്ട്, മയ്യേരിച്ചിറ എന്നിവിടങ്ങളിലാണ് തെരുവുനായ ആക്രമണം രൂക്ഷമായത്. പരിക്കേറ്റവരെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരേ നായയാണ് ആക്രമണം നടത്തിയതെന്നാണ് സൂചന. തെരുവുനായയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല.
തൃശൂരിൽ പള്ളിപ്പെരുന്നാളിനിടെ പടക്കം വീണ് ബൈക്കിന് തീപിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചാലക്കുടി പരിയാരം സ്വദേശി ശ്രീകാന്ത് ആണ് മരിച്ചത്. പരിയാരം സെന്റ് ജോർജ് പള്ളിയിലെ അമ്പു തിരുനാൾ ആഘോഷത്തിനിടെ ഒരാഴ്ച മുൻപായിരുന്നു അപകടമുണ്ടായത്. സമീപത്തെ കടയിൽ വന്നതായിരുന്നു ശ്രീകാന്ത്. പൊട്ടിയ പടക്കം തെറിച്ച് ബൈക്കിന്റെ പെട്രോൾ ടാങ്കിന് മുകളിൽ വീണ് തീ പിടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായി കത്തിനശിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ ശ്രീകാന്ത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും ചികിത്സയിലായിരുന്നു. അപ്പോൾ ഇത്തരം ആഘോഷങ്ങൾക്കിടയിൽ, കരിമരുന്ന് പ്രയോഗങ്ങൾക്കിടയിൽ, പടക്കം പൊട്ടിക്കുന്ന സമയത്തൊക്കെ ഇടയിൽ ഉണ്ടാവാനിടയുള്ള അപകടമാണ്. സൂക്ഷിക്കണം, ജാഗ്രത വേണം. നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ഒരു അപകടം കൂടി, ഒരു മരണം കൂടി. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് കരുതുകയാണ്. 2 മണി കഴിഞ്ഞ് 18 മിനിറ്റ്, 2:30 ഭക്ഷണം കഴിക്കണം എന്ന് മസ്റ്റാണ്. കഴിഞ്ഞ 4 വർഷത്തിൽ ഇടുക്കിക്ക് വേണ്ടി വിവിധ പാക്കേജുകളിലായി ബജറ്റിൽ പ്രഖ്യാപിച്ചത് 18,000 കോടി രൂപയാണ്. പക്ഷേ ചിലവാക്കിയത് എത്രയാണെന്നറിയാമോ? 20 കോടിയിൽ താഴെ മാത്രം. ഇത്തവണയും ബജറ്റിൽ പാക്കേജുകൾ പ്രഖ്യാപിച്ച് പറ്റിക്കരുത് എന്നാണ് ഇടുക്കിക്കാരുടെ ഏറ്റവും ന്യായമായ, ഏറ്റവും മിനിമമായ ആവശ്യം. 2019 തോമസ് ഐസക്കിന്റെ വക 5000 കോടി, 2020 വീണ്ടും ഐസക്കിന്റെ 1000 കോടി, 2021 മുഖ്യമന്ത്രിയുടെ 12,000 കോടി, ഏറ്റവും ഒടുവിൽ KN ബാലഗോപാലിന്റെ വക ഇടുക്കിക്ക് ലഭിച്ചത് 75 കോടിയുടെ പാക്കേജ്. പക്ഷേ ഈ പാക്കേജുകളൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചാൽ ഇടുക്കിക്കാർക്ക് വലിയ ധാരണയൊന്നുമില്ല. ഈ മഹേഷ് ഈ പദ്ധതികളൊക്കെ നടപ്പാക്കിയ ശേഷം ചെരുപ്പിടാനാണ് തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പെട്ടുപോയാനെന്നാണ് ഇടുക്കിക്കാർ ഒന്നാകെ പറയുന്നത്. പാക്കേജുകൾ വാരിക്കോരി പ്രഖ്യാപിച്ചെങ്കിലും പ്രളയ പുനർനിർമ്മാണം പോലും എങ്ങും എത്തിയില്ല. വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവർക്കുള്ള നഷ്ടപരിഹാരം എപ്പോൾ ലഭിക്കുമെന്ന് അറിയില്ല. കൃഷി നശിച്ച കർഷകരും കാത്തിരിക്കുകയാണ്. കാര്യമായ പ്രതീക്ഷകളൊന്നുമില്ലെങ്കിലും ഇത്തവണ ടൂറിസം, കാർഷിക മേഖലയ്ക്ക് കരുത്താകുന്ന പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകണമെന്നാണ് ഇടുക്കിക്കാരുടെ ആവശ്യം. ഈ ബജറ്റിൽ വലിയ നികുതി ഭാരം വർദ്ധിപ്പിക്കാതെ കർഷകർക്ക് സഹായകരമായ നിലപാട് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ നാണ്യവിളകൾക്ക് വിളത്തകർച്ച, വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ടുള്ള കൃഷിനാശം, ജീവഹാനി, ഇത്തരം കാര്യങ്ങളിലൊക്കെ അടിയന്തരമായ സഹായം ലഭിക്കുന്നതിനുള്ള പദ്ധതികൾ ഈ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മെഡിക്കൽ കോളേജ് നവീകരണം, ജലവൈദ്യുതി പദ്ധതികൾ, ഡാം ടൂറിസം, എയർ സ്ട്രിപ്പ് എന്നിവ വീണ്ടും KN ബാലഗോപാലിന്റെ ബജറ്റിൽ കയറിയിറങ്ങാൻ സാധ്യതയുണ്ട്. ഹൈറേഞ്ച് മേഖലയിലെ റോഡുകളും പൂർത്തിയായ നെടുങ്കണ്ടം സ്റ്റേഡിയവും നേട്ടമായി സർക്കാരിന് ഉയർത്തിക്കാട്ടാം. കോടികളുടെ കണക്ക് പറഞ്ഞ് വീർപ്പ് മുട്ടിക്കാതെ നടപ്പാക്കാൻ പറ്റുന്ന 10 രൂപയുടെയെങ്കിൽ 10 രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചാൽ മതിയെന്നാണ് ഇടുക്കിയുടെ ഒന്നാകെയുള്ള ആവശ്യം. വിഷ്ണു സുരേഷ്, 24. എന്നാലും 18,000 കോടി 20 കോടി എന്നൊക്കെ പറയുന്ന അന്തരം ഭീകര അന്തരമാണ്. അപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ ബജറ്റിൽ കേന്ദ്രവും സംസ്ഥാനവും ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളും നടപ്പിലായതും പോയി അന്വേഷിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ബഹുരസമായിരിക്കും കേട്ടോ. ഇന്ത്യയിലെ വോട്ടർമാരിൽ 2.2% പേർ മാത്രമാണ് ആദായ നികുതി നൽകുന്നത്. ഇതിൽ തന്നെ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആദായ നികുതി നൽകുന്നവർ 3% മാത്രമാണ്. ഈ 3% മൊത്തം നികുതിയുടെ 47.6% നൽകുന്നത്. വരുമാനത്തിലെ ഈ അസമത്വം ആദായ നികുതി പിരിവിലുണ്ടാക്കുന്ന അന്തരമാണെന്ന് കണക്കുകൾ വെളിവാക്കുന്നു. ഫ്രാൻസിലെ വോട്ടർമാരിൽ 78.3% പേരും, ജർമ്മനിയിൽ 61.3% പേരും, ബ്രിട്ടനിൽ 59.7% പേരും, അമേരിക്കയിലെ വോട്ടർമാരിൽ 50%-ലേറെ പേരും ആദായ നികുതിദായകരാണ്. ഇന്ത്യയിൽ 94 കോടിയിലധികം വരുന്ന വോട്ടർമാരിൽ 2.1 കോടി പേർ മാത്രമാണ് ആദായ നികുതി അടയ്ക്കുന്നത്. 2012-13 2.9 കോടി പേരാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതെങ്കിൽ 2019-20 ഇത് 6 കോടി പേരിലധികമായി. 2012-13 1.1 ലക്ഷം കോടി രൂപയാണ് ആദായ നികുതിയായി ലഭിച്ചതെങ്കിൽ 2021-22 ഇത് 4.3 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഇന്ത്യയിലെ നികുതിദായകരെ രണ്ടായാണ് തരംതിരിച്ചിട്ടുള്ളത്. 10 ലക്ഷം രൂപയ്ക്ക് താഴെ നികുതി നൽകുന്നവരും 10 ലക്ഷം രൂപയ്ക്ക് മേൽ നികുതി നൽകുന്നവരും. 97% നികുതിദായകരും 10 ലക്ഷം രൂപയിൽ താഴെ മാത്രം നികുതി നൽകുന്നവരാണ്. ഇവരിൽ നിന്ന് 52.4% നികുതിയാണ് ലഭിക്കുന്നത്. 3% പേർ 10 ലക്ഷം രൂപയ്ക്ക് മേൽ നികുതി നൽകുന്നവരാണ്. ഇവരിൽ നിന്നാണ് 47.6% നികുതി ശേഖരിക്കുന്നത്. റിസർച്ച് ഡെസ്ക്, 24. ടാക്സ് അടയ്ക്കുന്നവരുടെ എണ്ണം കൂട്ടാൻ പോകുന്നതല്ലേ എന്ന് ധന്യം ചോദിക്കുകയാണ്. അപ്പോൾ ഈ മാത്രമല്ല, ഈ വരുമാനത്തിലെ അന്തരവും, അല്ലെങ്കിൽ കാശുള്ളവനും കാശില്ലാത്തവനും തമ്മിൽ അന്തരവും രാജ്യത്ത് വല്ലാതെ, ആ ഗ്യാപ്പ് വല്ലാതെ വേണം ചെയ്യുന്നു എന്നുള്ള ഏറ്റവും പുതിയ കണക്കുകളൊക്കെ പുറത്തേക്കൊക്കെ വരുന്നുണ്ട്. 3% ആളുകളുടെ കയ്യിലെ സ്വത്തിൻ്റെ, കുന്നുകൂടുന്ന സ്വത്തിൻ്റെ കണക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ ഭീകര സ്വത്താണ്. ബാക്കി ദരിദ്രനാരായണന്മാരുടെ കയ്യിലുള്ളതൊന്നും ഇല്ലാത്ത അവസ്ഥയൊക്കെയുണ്ട്. അപ്പോൾ ആ അന്തരം വൈഡാവുന്നത് വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെയുള്ള സാമ്പത്തിക ശാസ്ത്ര നിരീക്ഷണമൊക്കെ വരുന്നുണ്ട്.
ഒരു പക്ഷേ വസന്തകുമാരി പറയുന്നു, ദേവിക, ആമിന, മറ്റ് സഹപ്രേക്ഷകരെ ആൻഡ് ടീം 24, ഞങ്ങളുടെ തരിയോട് കാപ്പോയൽ പഴൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രോത്സവം ഫെബ്രുവരി 3-10 എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുകയാണ്. ബജറ്റിൽ അംഗനവാടിക്കാരെ പരിഗണിച്ചില്ലല്ലോ, കഷ്ടം എന്ന് പറയുന്നുണ്ട്. വേറൊരു പ്രേക്ഷക, നമ്മുടെ ഷാരോൺ സ്ഥിരം പറയുന്നതാണ്, സ്കൂളിൽ ഉച്ചക്കഞ്ഞി വെക്കുന്നവരുടെ പണം ഇനിയും കിട്ടിയിട്ടില്ല, വാടക കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് ആവർത്തിക്കുന്നു. വാർദ്ധക്യ പെൻഷൻ എന്താ എന്ന് വേറൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനവർഗ പ്രശ്നങ്ങളുമായുള്ള ഒരുപാട് പേർ കമൻറ്റ് ബോക്സിലുണ്ട്. എല്ലാ ദിവസവും ഒന്നും ഇന്നും അത് സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മളത് പറയുന്നുണ്ട്. സംസ്ഥാന ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് മലബാർ പ്രതീക്ഷിക്കുന്നത്. റോഡ് വികസനം, ജലാശയങ്ങളുടെ സംരക്ഷണം എന്ന് തുടങ്ങി ടൂറിസത്തിനും വ്യവസായത്തിനും പ്രോത്സാഹനം വരെ ആവശ്യങ്ങൾ നിരവധിയാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് സംസ്ഥാന ബജറ്റ്. അതുകൊണ്ട് തന്നെ ഇക്കുറി പ്രതീക്ഷകൾ പൊതുവിൽ ഏറെയാണ്. മലബാറിനാണെങ്കിൽ പ്രതീക്ഷ ആകാശത്തോളമാണ്. ടൂറിസം മേഖല, മാലിന്യ നിർമ്മാർജ്ജനം, റോഡ് വികസനം, ഇതാണ് പ്രധാന പ്രതീക്ഷകളിൽ ഉള്ളത്. ഇതിനൊപ്പം ബേപ്പൂർ തുറമുഖം ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള ജലഗതാഗത സംവിധാനവും ബജറ്റ് പ്രതീക്ഷകളിൽ ഉണ്ട്. പ്രവാസികൾ ബേപ്പൂരിൽ നിന്നും കടൽ മാർഗമുള്ള ദുബായ് യാത്ര കൂടി സ്വപ്നം കാണുകയാണ് ഈ ബജറ്റിൽ. കോഴിക്കോടിന് മലബാറിന് പ്രയോജനം കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക, എയർ, റെയിൽ, റോഡ്, ജലഗതാഗതം. പണ്ട് പൊന്നാനിയിൽ നിന്ന് തിരൂർക്ക് ബോട്ടിൽ വന്ന ആളാണ് ഞാൻ. അതേപോലെ ഫറോക്കിൽ നിന്ന് മാവൂരും അരീക്കോടും ബന്ധപ്പെട്ട് ബോട്ട് സർവീസിലായിരുന്നു. അതൊക്കെ പുനരാരംഭിക്കുകയാണെങ്കിൽ ഈ ഗതാഗതക്കുരുക്കിന് ആശ്വാസം ചെയ്യും, കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ കഴിയുകയും ചെയ്യും. പിന്നെ മലബാറിന് പുതിയതായിട്ട് ഒരു വളരെ ബേപ്പൂർ ഉൾപ്പെടെ പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഗതാഗത സൗകര്യം ഇല്ലായ്മയാണ് ഒരു പോരായ്മയായിട്ട് കാണുന്നത്. തിരക്കേറിയ കോഴിക്കോട് നഗരത്തിലെ റോഡുകളുടെ വികസനം ഒരു പ്രധാന പ്രശ്നമാണ്. കുരുക്കഴിയാത്ത കണ്ണൂർ റോഡ് ഉൾപ്പെടെ വികസിക്കാനുള്ള പദ്ധതി ഈ ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടൂറിസം മേഖലയിലാണ് വലിയ കണക്കുകൂട്ടലുകൾ. സരോവരം പാർക്കിനായി വലിയ ടൂറിസം പദ്ധതി പ്രതീക്ഷിക്കുകയാണ്. നിരവധി തണ്ണീർത്തടങ്ങളും കനോലി കനാലും സംരക്ഷിക്കപ്പെടണം. എന്നാൽ ഇപ്പോൾ ഇതിന്റെ അവസ്ഥ വളരെ മോശമാണ്. മാലിന്യങ്ങൾ നിറയുകയാണ് തണ്ണീർത്തടങ്ങളിൽ. സരോവരത്തിലെ തണ്ണീർത്തടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് തന്നെ പ്രകൃതിയിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി കിട്ടിയൊരു സാധനമാണ്. തണ്ണീർത്തടം നമ്മുടെ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ വളരെ വേണ്ടപ്പെട്ടൊരു സാധനമാണ്. പക്ഷേ മനുഷ്യർ തന്നെയാണ് ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കാണുന്ന പ്ലാസ്റ്റിക് വേസ്റ്റും ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്ന വേസ്റ്റുകളും തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയത്. മലബാറിലെ ടൂറിസം സ്പോട്ടുകളായ പയ്യോളി ബീച്ച്, ധർമ്മടം തുരുത്ത്, ബേക്കൽ തുടങ്ങിയ കേന്ദ്രങ്ങൾക്ക് വലിയ പദ്ധതി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയം പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങളെ വികസിപ്പിക്കുന്ന നയമായിരിക്കും ബജറ്റിൽ എന്നും മലയോര മേഖലയിൽ ഉൾപ്പെടെ കൊച്ചു ടൂറിസം കേന്ദ്രങ്ങൾക്കായി ബജറ്റിൽ പ്രത്യേക പദ്ധതി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഒരു കാര്യം തീർച്ച, സംസ്ഥാന ബജറ്റിൽ മലബാറിന് വ്യവസായ മേഖലയേക്കാൾ പദ്ധതി സാധ്യതകൾ ടൂറിസം മേഖലയ്ക്ക് തന്നെയാണ്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. പ്രേക്ഷക മണ്ണാർക്കാട് എന്ന് പറയുന്നു, ഈ നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം വേനൽക്കെടുതികളും കുടിവെള്ളക്ഷാമവും വൈദ്യുതി പ്രതിസന്ധിയുമായിരിക്കും ഇക്കൊല്ലം പ്രതീക്ഷിക്കണം. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോഴേ മുന്നോട്ട് പോയാൽ എല്ലാവർക്കും കൊള്ളാം എന്ന മുന്നറിയിപ്പ് നൽകുകയാണ്. വേറൊരു പ്രേക്ഷകൻ ഗണേഷ് നവരത്ന പറയുന്നു, ഹാഷ്മി സംസാരം പോത്തിൻ്റെ സൗണ്ടാണ്. എൻ്റെ ചേട്ടാ, കടുപ്പ് കേട്ടോ. സമയം 2:26 2 സെക്കൻഡാണ്. ആവശ്യത്തിന് ഫണ്ടില്ലാത്തതിനാൽ മലപ്പുറത്തെ ജില്ലാ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റുന്നു. നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്ന് ലഭിക്കേണ്ട പണം വൈകുന്നതാണ് കാരണം. കാരുണ്യ ഉൾപ്പെടെയുള്ള ആരോഗ്യ ഇൻഷുറൻസിൽ നിന്ന് പണം ലഭിക്കാതായതോടെ രോഗികളും പ്രതിസന്ധിയിലാണ്. 8,24,00,000-ലധികം രൂപയാണ് തിരൂർ ജില്ലാ ആശുപത്രിക്ക് മാത്രം കിട്ടാനുള്ളത്. പെരിന്തൽമണ്ണ, നിലമ്പൂർ ജില്ലാ ആശുപത്രികളിലെ കണക്ക് പരിശോധിച്ചാൽ കോടികൾ വരും. JSSK, ആരോഗ്യകിരണം, NPCD, RBSK തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ ഫണ്ടില്ലാത്തത് മൂലം പ്രവർത്തനം നിലച്ചമട്ടാണ്. NHM എന്ന് കിട്ടുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു 6 മാസം, ഏകദേശം 6 മാസത്തോളമായി നമുക്ക് ഫണ്ട് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ HMCയിലുള്ള ഫണ്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പെരിട്ടോണിയൽ ഡയാലിസിസ് നടത്തുന്ന രോഗികളാണ് തിരൂരിൽ കൂടുതലും ദുരിതം അനുഭവിക്കുന്നത്. ജില്ലയിൽ തിരൂർ കേന്ദ്രമാക്കി വിതരണം നടത്തുന്ന ഇവരുടെ മരുന്ന് വിതരണം പൂർത്തിയായെന്നാണ് NHM അധികൃതരുടെ വിശദീകരണം. ഡയാലിസിസ് നടത്തുന്ന രോഗികളുടെ 4ാം ബാച്ച് തിരൂരിൽ ആരംഭിക്കാനിരിക്കെ ഫണ്ടിലെ അപര്യാപ്തത പ്രവർത്തനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക അധികൃതർക്കുണ്ട്. സർക്കാരിന്റെ വിശദീകരണം നമുക്ക് മറുപടി ഒന്നും തരുന്നില്ല. സാധാരണഗതിയിൽ ഒരു ഹെൽത്ത് ഏജൻസിനെയാണ് ഇത് ഏൽപ്പിക്കുന്നത്. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി എന്ന് പറയുന്ന ഒരു ഏജൻസിനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് ഇത്രയും ഡിലേ വരുന്നത്. കാരുണ്യ പദ്ധതി വഴി സർക്കാർ പണം നൽകാത്തതിനാൽ പല ആശുപത്രികളും കാരുണ്യ ഇൻഷുറൻസ് നിർത്തലാക്കിയിട്ടുണ്ട്. ഇതോടെ ആശുപത്രിയിൽ എത്തുന്നവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഫണ്ട് വിതരണം
കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. 24 മലപ്പുറം. വിശാഖകുമാർ പറയുന്നു, ഹാഷ്മി നിങ്ങളുടെ ക്യാമറാമാൻ സച്ചിനോട് അന്വേഷണം അറിയിക്കണം. സച്ചിൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഉറപ്പായി അറിയിക്കാം. കഴിക്കാൻ പോയെന്ന് തോന്നുന്നു, ഉറപ്പായി അറിയിക്കാം. ജിനീഷ് ജോൺ മാമ്പള്ളി അയ്മനം പറയുന്നു, ഹാഷ്മി നമ്മൾ കണ്ടത് ഓർമ്മയുണ്ട്. പിന്നെ ഓർമ്മയില്ലേ, നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൽ കണ്ട എല്ലാ പ്രേക്ഷകരുടെയും മുഖമടക്കം കൃത്യമായ ഓർമ്മയുണ്ട്. നമ്മൾ ഈ ജില്ലാ സമ്മേളനങ്ങളൊക്കെ പോകാൻ പോകുന്നു. എല്ലാവരും നമ്മൾ വീണ്ടും കാണും, കാണാത്തവരൊക്കെ ഉറപ്പായും വീണ്ടും കാണും. നമ്മളങ്ങനെ കട്ടയ്ക്കൊരു മലയാളി കണക്റ്റായി, മലയാളി ബെൽറ്റായി മുന്നോട്ടങ്ങ് പോകല്ലേ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വൈറലായ ഒരു കുട്ടി ഗായകനുണ്ട് മലപ്പുറത്ത്. കൽപ്പകഞ്ചേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി അജയ് CP ആണ് ആ നിർമ്മലമായ ശബ്ദത്തിനുടമ. സ്കൂൾ അസംബ്ലിയിലെ പ്രാർത്ഥനാഗീതത്തിലൂടെ പ്രശസ്തനായ കൊച്ചു ഗായകനെ പരിചയപ്പെടാം. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച ഒരു 5ാം ക്ലാസ്സുകാരൻ്റെ പ്രാർത്ഥനാഗീതം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അജയ് CP എന്ന കൊച്ചുമിടുക്കനാണ് ആ വിദ്യാർത്ഥി, ആ പാട്ടുകാരൻ. നിർമ്മലമായ ശബ്ദത്തിനുടമ എന്നാണ് മന്ത്രിയുടെ വിശേഷണം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലെ തന്നെയാണ് ഈ കൊച്ചുമിടുക്കൻ്റെ പാട്ട്. സ്കൂളിൽ 5ാം ക്ലാസ്സുകാർക്ക് മാത്രം നടത്തിയ അസംബ്ലിയിൽ പാടിയ പ്രാർത്ഥനാഗീതം ക്ലാസ് ടീച്ചർ അഖിലയാണ് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്തത്. ഒരു അധ്യാപക കൂട്ടം എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പേജുണ്ട്, അതിലോട്ടാണ് ഞാൻ ആദ്യം ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് അത് നോക്കിയപ്പോൾ നല്ലപോലെ എല്ലാവരും ഷെയറൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെയും വേറെ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ഞാനിങ്ങനെ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇത്രയും ഫേമസ് ആയത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്കിലൂടെ പ്രശസ്തനായതോടെ സ്കൂളിലും നാട്ടിലും താരമാണ് ഈ കൊച്ചുമിടുക്കൻ. വി ശിവൻകുട്ടി സാറ് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഷെയർ ചെയ്തപ്പോഴാണ് വീഡിയോ റീച്ചായത്. ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല, എന്നാലും ദേശഭക്തി ഗാനത്തിനും ലളിതഗാനത്തിനൊക്കെ സബ് ജില്ല വരെ പോയിട്ടുണ്ട്. ഇതുവരെ പാട്ട് പഠിച്ചിട്ടില്ലാത്ത മകനെ ഇനി പാട്ട് പഠിപ്പിക്കാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം. ഒരുപാട് സന്തോഷം. നമ്മളെ ക്ലാസ് ടീച്ചർ ഇതുകൊണ്ടാണ് ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അസംബ്ലിയിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താണ്. ആള് നന്നായിട്ട് പാടി. ഇതുവരെ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, ഇനി പാട്ട് പഠിപ്പിക്കണം. ഈ കൊച്ചു ഗായകനെ പുറം ലോകത്തെത്തിച്ച സ്കൂളിലും അധ്യാപകർക്കും ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. 24 തിരൂർ. മിടുക്കനാണ്, ഗംഭീരനാണ്. അവന് കുഞ്ഞുമോനെല്ലാ ആശംസകളും നേരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സമയം, നമ്മുടെ വാർത്തയാത്രയുടെ സമയം തൽക്കാലം പൂർണ്ണമാകുന്നു. ഭക്ഷണം കഴിക്കാത്തവർക്ക് ഭക്ഷണം കഴിക്കണം.